നമസ്കാരം, സംവാദത്തിലേക്ക് സ്വാഗതം. KSRTC ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ 1938 തുടക്കം. 1965 കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി രൂപീകരിക്കപ്പെട്ടു. ഇന്ന് 6304 ബസ്സുകൾ, 6399 സർവീസുകൾ, 35,002 തൊഴിലാളികൾ. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും സ്വന്തമായിട്ടുള്ള ഭൂമി, ഒക്കെ രീതിയിൽ ഒരു ബൃഹത് സംരംഭമായി KSRTC മാറിയിരിക്കുന്നു. എങ്കിലും അതിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഒരുപാട് പരാധീനതകൾ, പരിമിതികൾ, പ്രശ്നങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഒരു പൊതുഗതാഗത സമ്പ്രദായം എന്നുള്ള നിലയിൽ KSRTCയുടെ പുരോഗമനം, KSRTCയുടെ മുന്നോട്ടുള്ള പോക്ക് ഏതൊരു മലയാളിയുടെയും കൂടെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എന്തു ചെയ്യാം, എന്താണ് പ്രശ്നങ്ങൾ, ഇതാണ് ഇന്ന് സംവാദം ചർച്ച ചെയ്യുന്നത്. കുറ്റപ്പെടുത്തലുകൾക്കും പഴിചാരലുകൾക്കും അപ്പുറത്തേക്ക് KSRTCയുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് സംസാരിക്കുന്നു സംവാദം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ശ്രീ സുജിത് ഭക്തൻ. സുജിത് വർഷങ്ങളായി ആനവണ്ടി.com എന്ന ബ്ലോഗിലെ എഴുത്തുകാരനാണ്, ബ്ലോഗിന്റെ ഉടമസ്ഥനാണ്, മുഴുവൻ സമയ ബ്ലോഗറാണ്, KSRTC സ്നേഹിയാണ്. അടുത്തതായി ഡോക്ടർ ശ്രീദേവി, നാറ്റ്പാക്കിന്റെ ഡയറക്ടറാണ്. ശ്രീ ഭരതന്നൂർ ശിവരാജൻ, ട്രാൻസ്പോർട്ട് റിവ്യൂവിന്റെ മുൻ പബ്ലിഷിംഗ് എഡിറ്റർ. ഡോക്ടർ TP സെൻകുമാർ, DGP മുൻ മാനേജിംഗ് ഡയറക്ടർ, KSRTC. ശ്രീ TP സെൻകുമാറിന്റെ ഡോക്ടറേറ്റും നേടിയിരിക്കുന്നത് റോഡ് സേഫ്റ്റിയിലാണ്. ശ്രീ ജയകുമാർ, KSRTC യാത്രക്കാരൻ. ഒപ്പം ശ്രീ രാജമാണിക്കം IAS, KSRTCയുടെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടറെ നമ്മൾ ചർച്ചയിലേക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നു. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നമ്മോടൊപ്പം ടെലിഫോണിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. ഈ ചർച്ച ശ്രീ ഡോക്ടർ TP സെൻകുമാറിൽ നിന്ന് ആരംഭിക്കാം. സർ, പലപ്പോഴും KSRTCയെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പൊതുവായി പറഞ്ഞു കേൾക്കാറുണ്ട്. 4 വർഷത്തോളം KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായി ഇരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒപ്പം ഒരു ഇക്കണോമിസ്റ്റ് എന്നുള്ള കൂടെ നിലയിൽ എന്താണ് KSRTCയുടെ യഥാർത്ഥ പ്രശ്നം? KSRTCയുടെ യഥാർത്ഥ പ്രശ്നം വളരെ വിപുലമാണ്. അത് ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ 2006 ബഹുമാനപ്പെട്ട മാത്യു T. തോമസ് സാർ എന്നെ വിളിച്ച് KSRTCയുടെ CMD ആകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരാഴ്ച ഒന്ന് കാര്യമായിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, 2-3 കണ്ടീഷൻസിൽ ഞാൻ വരാൻ തയ്യാറാണ്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ, KSRTCയുടെ സ്ഥിതി അന്ന് 2006 സ്ഥിതി ഞാൻ പറയുന്നത് വെന്റിലേറ്ററിലാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് ICUയിലോ വാർഡിലോ പോകുന്നതിന് പകരം ഇത് മോർച്ചറിയിൽ പോയാൽ എന്നെ കുറ്റം പറയരുത്. 2, പോളിസി ഗവൺമെൻറ്റിന് തയ്യാറാക്കാം, പക്ഷേ എനിക്ക് ഓപ്പറേഷണൽ ഫ്രീഡം വേണം. അപ്പോൾ അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം ഞാനൊരു പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകനാണെങ്കിൽ പോലും എൻ്റെ പുറകിൽ നിന്ന് അത് നോക്കുന്നത് എനിക്ക് ശരിയാകില്ല. എനിക്ക് ഫ്രീഡം ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ നിലയിലാണ് ഞാൻ KSRTCയിൽ CMD ആയിട്ട് ചേർന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട VS അച്യുതൻ, അദ്ദേഹം ഒരു 6-7 മാസം ചാർജ് ഉണ്ടായിരുന്നു. ശ്രീ ജോസ് തെറ്റയിൽ. ആ പീരീഡിൽ മുഴുവൻ ഏകദേശം ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ KSRTCയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ ചെന്ന് അല്ലാതെയും പഠിച്ചപ്പോൾ ഇപ്പോൾ കുറേയധികം പ്രോബ്ലംസ് ഞാൻ കണ്ടു. ഒന്ന്, സർക്കാർ ഈ പബ്ലിക് സെക്ടർ മാത്രമല്ല പല പബ്ലിക് സെക്ടറുകളും എല്ലാം വളരെ എന്താ പറയുന്നത് ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്വതന്ത്രമായിട്ട് പലപ്പോഴും പ്രവർത്തിക്കാനായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് KSRTC ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയത്? അത് ആ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉള്ള ഫ്രീഡം ഉണ്ടായിട്ടാണ് കോർപ്പറേഷനായിട്ട് പോകേണ്ടത്. നേരെ മറിച്ചാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂവും അതിനുശേഷം വളരെയധികം പേര്, ഇപ്പം ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ആ 4 വർഷം സാമാന്യം സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 40% സ്വാതന്ത്ര്യമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അത് ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കുറേയധികം ഘടകങ്ങളാൽ ബന്ധിതമാണ് അവിടെ ഉണ്ടായിരുന്ന KSRTC. ഇപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം ഞാൻ ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഒരു വളരെ വയസ്സായ ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ പ്രായം ഉണ്ടായിരിക്കും, വന്നിട്ട് ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ, എൻ്റെ അടുത്ത് കരഞ്ഞിട്ട് പറഞ്ഞു 1979 അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും ഒരു അപകടത്തിൽ KSRTC ബസ് ഇടിച്ച് മരിച്ചു. ആ കുട്ടികൾ
വളർന്ന് ഇപ്പോൾ വിവാഹപ്രായമായി. പക്ഷേ അതിൻ്റെ MACT ക്ലെയിം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് 1979 അപകടം ഉണ്ടായിട്ട് മരിച്ചിട്ട് 2006 എൻഡിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ MACT ക്ലെയിം കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ 100 കണക്കിന് 1000 പേരാണ് അതുപോലുള്ള അപകടങ്ങളുടെ ക്ലെയിം കൊടുക്കാതെ കിടക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ അല്ല ഇട്ടിരിക്കുന്ന പൈസ അല്ലെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ 3 വർഷമൊക്കെയാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടി വരുന്നത്. ഇതുപോലെ NDR എന്ന് പറയുന്ന നോൺ ഡിപ്പാർട്ട്മെൻറ്റ് റിക്കവറീസ് അതൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാതെ പോയിരിക്കുന്നു. ഇതുപോലെ വളരെയധികം പ്രശ്നങ്ങൾ മുഴുവൻ കിടക്കുകയാണ്. അങ്ങനെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും അവിടെ എല്ലാ തൊഴിലാളി യൂണിയൻസും വളരെയധികം സപ്പോർട്ടുണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 90% ഞാനുമായിട്ട് എൻ്റെ ഐഡിയാസും അവരുടെ ഐഡിയാസും എല്ലാവരും നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ രീതിയിൽ വളരെ നന്നായിട്ട്. അതുകൊണ്ട് നോക്കുക, ഇപ്പോൾ ഇത് CITUവിൻ്റെ അവിടുത്തെ KSRT എംപ്ലോയി, ഇത് ട്രാൻസ്പോർട്ട് എംപ്ലോയി എന്ന് പറയുന്ന അവരുടെ മാഗസിനാണ്. മാറണം ഇരുൾ പടരണം വികസനം ഇതാ ഈ കാണുന്നത്. ഇത് അതിൽ ഞാൻ അവിടെ നിന്ന് മാറുന്ന സമയത്തുള്ള ഞാൻ ജീവനക്കാർക്ക് എല്ലാവർക്കും കൊടുത്ത എൻ്റെ സഹപ്രവർത്തകർക്ക് കൊടുത്ത ഒരു ലെറ്റർ റീപ്രിൻ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചവർ എന്നോട് ചോദിച്ചു. ഞാൻ പ്രിൻ്റ് ചെയ്തോളം പറഞ്ഞു. അത് കാണിക്കുന്നത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവർക്ക് അതിലുള്ള വിശ്വാസവും താല്പര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കായിട്ട് KSRTCക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സർക്കാർ പലപ്പോഴും വളരെ അനാവശ്യമായിട്ട് ഇടപെടാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട്. എൻ്റെ എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ പോളിസി നടപ്പാക്കൽ മാത്രമല്ല, ഭാരമെല്ലാം KSRTC കൊടുക്കുകയും അതേസമയം ക്രെഡിറ്റ് എല്ലാം എടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം വളരെയധികം വർഷങ്ങളായിട്ട് അവിടെ തുടരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പെൻഷൻ നടപ്പാക്കി, 84 പെൻഷൻ നടപ്പാക്കുന്നത്. നിങ്ങൾ അത്ഭുതപ്പെടും, അതിനൊരു ഗവൺമെൻറ് ഓർഡർ പോലും ഇല്ല. അന്നത്തെ സ്പെഷ്യൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് അന്നത്തെ KSRTC MDക്ക് എഴുതിയ ഒരു DO ലെറ്റർ മാത്രമാണുള്ളത്. യാതൊരുവിധ പഠനമോ യാതൊരുവിധ മറ്റ് അതിനോടനുബന്ധിച്ച് നടത്തേണ്ട യാതൊരു കാര്യവും ചെയ്യാതെയാണ് പെൻഷൻ നടപ്പാക്കിയത്. അത് നടപ്പാക്കുന്നത് എങ്ങനെയാണ്? അന്ന് KSRTCയിലെ ശമ്പളം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. പലപ്പോഴും അധ്യാപകരും പോലീസിൽ നിന്നും ഒക്കെ ഉള്ളവർ KSRTC ചേരുന്ന സമയമാണ്. അപ്പോൾ ആ ഹൈ സാലറി വെച്ചിട്ടാണ് പെൻഷൻ നടപ്പാക്കുക. ഗവൺമെന്റ് സർവൻസിന്റെ ആ ലെവലിൽ കൊണ്ടുവന്നിട്ട് പെൻഷൻ ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടാക്കിയില്ല. അപ്പം അത് നടപ്പാക്കിയവർക്ക് കൈയടി കിട്ടി. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? ഇത് വർദ്ധിച്ച് ഇപ്പം ഏകദേശം 58-60 കോടി രൂപയുടെ പെൻഷൻ ഒരു മാസമായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ ഒരു കൈയടിക്ക് വേണ്ടി ചെയ്തതാണ്, യാതൊരു പഠനവും ഇല്ലാതെ നടത്തിയൊരു പരിപാടിയാണ്. പെൻഷൻ കൊടുക്കേണ്ട അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുള്ള നടപടികൾ എടുക്കണമായിരുന്നു, അതുണ്ടായില്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പീരീഡിൽ എനിക്ക് അറിയാം. അപ്പോൾ അവിടെ AG നിങ്ങൾ അക്കൗണ്ടന്റ് ജനറലാണ് ഈ പറയുന്നത്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? 2001-2005 പീരീഡിലെ പഠനം നടത്തിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് 1 കിലോമീറ്ററിന് 9 രൂപയാണ് നഷ്ടം വരുന്നത്. അതുകൊണ്ട് എന്നോടിത് പറഞ്ഞ മറ്റു പലരും ഉണ്ട്. അതുകൊണ്ട് KSRTC എത്ര കുറവ് ഓടുന്നു അത്രയും നഷ്ടം കുറയും. അപ്പോൾ ഞാനൊരു സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഞാൻ അത് അങ്ങനെയല്ല എടുത്തത്. ഞാൻ നോക്കിയപ്പോൾ അന്ന് ഏകദേശം 10 ലക്ഷം കിലോമീറ്ററാണ് KSRTC ഏകദേശം ഓടുന്നത്, അതിൽ തൊട്ട് താഴെയായിട്ട്. ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഏകദേശം 60% വരുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഏകദേശം 40% വരുന്നത്. അപ്പോൾ അത് ഒരു 18 ലക്ഷം കിലോമീറ്റർ കാര്യമായിട്ടുള്ള മാൻ പവർ കൂട്ടാതെ KSRTC ഓടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ബ്രേക്ക് ഈവൺ ആകും. എല്ലാ ബാധ്യതയും സ്വയം ഏറ്റെടുത്ത്. അതുകൊണ്ട് യൂണിയൻസിനും അത് തന്നെയാണ്, അവരെല്ലാവർക്കും അത് തന്നെയാണ് ശരിയെന്നുള്ള അവർ പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളൊരു എക്സ്പാൻഷനിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വന്നു. ഓക്കെ, ഇപ്പോൾ 2009 ഏപ്രിൽ മാസം അവിടെ 2009 ആക്ച്വലി ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് ആകെ 8 കോടി രൂപ താഴെയാണ് അന്നത്തെ ഗ്യാപ്പ്. അത് വരുന്നത് എല്ലാ പൈസയും, ഇപ്പോൾ 27 കോടി രൂപ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഒരു പൈസയും പെൻഷനില്ല. അന്ന് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കടം 23 കോടി രൂപയോളം നമ്മൾ അടയ്ക്കുകയാണ്. അതിന് ഞാൻ വളരെയധികം പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്, ഇത് ഒരു 15 വർഷത്തേക്ക് 20 വർഷത്തേക്ക് ആക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് കടം കുറയും. എങ്കിൽ അന്ന് ആ മാസങ്ങളിൽ ഞങ്ങൾ 5-6 കോടി രൂപ ലാഭത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അന്നുണ്ടായിരുന്ന
ഒരു സംഭവം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു സംഭവം പറയാണ് സർക്കാർ ചെയ്യുന്നത് പോളിസി ലെവലിൽ. അടുത്തതിലേക്ക് വരാം ഞാൻ സാർ, ആ ഒരു വിഷയത്തിൽ ഞാൻ അടുത്ത ഇതിലേക്ക് വരാം. ഞാൻ ശ്രീ രാജമാണിക്യത്തിലേക്ക് ഒന്ന് പോട്ടെ. ശ്രീ ടി.പി. സെൻകുമാർ വളരെ വിശദമായ രീതിയിൽ തന്നെ ഇതിലൊരു ബേസിക്, എല്ലാ കാര്യങ്ങളിലേക്കും ഇനി നമ്മൾ വരാം, ഒരു ബേസിക് പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സർക്കാരിന്റെ ഒരു മേഖലയായിട്ടാണ്, ഒരു പൊതുമേഖലയായിട്ടാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള പഠനത്തോടുകൂടെ, പ്ലാനിങ്ങോടുകൂടെ, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല പല പരിപാടികളും KSRTCക്കുള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെലവ് ചുരുക്കലും വരുമാനം വർധനവും പലപ്പോഴും ഏറ്റവും ആക്യുറേറ്റായി നടത്താൻ കഴിയുന്നില്ല. സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള കുറവുകൾ അതിനകത്തുണ്ട്. താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? എന്താണ് ഈ പ്രശ്നത്തിന്റെ ചില കാരണം? KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഒരു സേവന മേഖലയായിട്ട് കാണണമോ അല്ലെങ്കിൽ ഒരു എന്ത് പറയാണ്, ഒരു കമേഴ്ഷ്യൽ ഓപ്പറേഷനായിട്ട് കാണണമോ എന്നുള്ളതിൽ തന്നെ ഒരു തർക്കമുണ്ട്. എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും ഇന്ന് ലാഭനഷ്ട കണക്ക് നോക്കിയാൽ നഷ്ടമേ ആയിരിക്കത്തുള്ളൂ. പക്ഷേ സർവീസ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ആദിവാസി മേഖല, അങ്ങനെ ഉള്ള ആ മേഖലകളിലേക്ക് ഈ ബസ് നമ്മൾ ഓടിക്കുമ്പോൾ 3000 രൂപ കളക്ഷൻ വരണുണ്ടെന്ന് നോക്കി അവിടെ നമ്മൾ ലാഭനഷ്ട കണക്ക് നോക്കിയാൽ ചിലപ്പോൾ ആ മേഖലയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാതെ പെട്ടെന്ന് വരും. പക്ഷേ ഓവറാൾ എടുത്തു നോക്കുമ്പോൾ KSRTC സംബന്ധിച്ചിടത്തോളം സാർ പറഞ്ഞ് വളരെ വിശദമായിട്ട്, ബിക്കോസ് സാർ ഒരു 3-4 വർഷം അവിടെ CMD ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എന്നാലും വിശദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ മേഖലകളിൽ പറഞ്ഞ കുറേ മേഖലകളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരുപാട് പഠനമില്ലാന്ന് പറഞ്ഞു. പഠനം ഒരുപാടുണ്ട്, പഠനമില്ലാതല്ല അവിടുത്തെ പ്രശ്നം. ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ പലപ്പോഴും കൃത്യത അതിൽ ഇല്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മൾ കാണേണ്ടത്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ നമ്മൾ പഠനത്തിനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഒരുപക്ഷെ ഇതിലേക്ക് വരുമാനം കൃത്യമായി നമുക്ക് ടാലി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള റൂട്ടിലൂടെ കൃത്യമായിട്ടുള്ള സമയത്ത് ബസ് ഓടണം, അത് കൃത്യമായിട്ടുള്ള ദൂരം പോകണം. നമ്മുടെ റൂട്ട് ഫിക്സിങ്ങും സ്കെഡ്യൂളിങ്ങും ഒക്കെ എന്തെങ്കിലും ഒരു സയന്റിഫിക് അനാലിസിസ് നടത്തിയതിന് ശേഷമാണോ സാധാരണ KSRTC ചെയ്യാറുള്ളത്? അങ്ങനെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ടു ബി ഫ്രാങ്ക് ചെയ്യാറില്ല. അല്ല, കാരണം ഞാൻ പഠനങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു മാക്രോ സ്റ്റഡീസിനെ കുറിച്ചല്ല. അല്ല, അതിന് ഞാൻ ഉത്തരം പറയാം. അതായത് അങ്ങനെ ചെയ്തിരുന്നു, അതിനുള്ള ഫ്രീഡം ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹം ചാർജിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് 4 റൂട്ടിലേക്ക് ബസ് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് നോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ ആൾറെഡി അന്ന് 600ഓളം റൂട്ടുകൾ എല്ലാം പഠിച്ച് വരികയാണ്. അന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ റൂട്ട്സ് എടുക്കുമായിരുന്നു. ഇവിടേക്കാണ് അൺഡ്യൂ ഇന്റർഫിയറൻസ് വന്ന് റൂട്ടുകൾ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ആൾറെഡി 3 റൂട്ട് നമ്മൾ നോക്കിയാണ്, അതിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഒരു റൂട്ട് 1 മാസം ഓടിക്കും, പൈസ ബ്രേക്ക് ഈവൺ ആകുന്നില്ലെങ്കിൽ നമ്മൾ ഓടിക്കില്ല. നമ്മൾ ഓടിച്ചില്ല 1 മാസം കഴിഞ്ഞിട്ട്. അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. അല്ല, ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSRTC ഈ പറയുന്ന ഇപ്പം 2010 ഏകദേശം നോക്കിയാൽ അറിയാം നമ്മൾ എത്തിയിരുന്ന സ്ഥിതിയിൽ നിന്നും എന്തുകൊണ്ട് 6 വർഷത്തിന് ശേഷം ഈ സ്ഥിതിയിൽ എത്തിയെന്നുള്ളത് ഒന്ന് നോക്കേണ്ടതാണ്. കാരണം അന്ന് എല്ലാ ഭാരങ്ങളും KSRTC നോക്കിയതിന് ശേഷം, അതായത് ഞാൻ 85 കോടി രൂപയുടെ MSCT ക്ലെയിംസ് കൊടുത്തു. എനിക്കെതിരെ 1000-ലധികം കണ്ടംപ്റ്റ് കേസ് ഉണ്ടായിരുന്നു. 1000-ലധികം. ഒരു തവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു, സെൻകുമാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടംപ്റ്റ് കേസുള്ള വ്യക്തി. മനസ്സിലായോ? ഇതാണ്. അത് 79 മുതൽ ഈ 2006 വരെ കൊടുക്കാതിരുന്ന എല്ലാവരും ഒരുമിച്ച് കേസ് കൊടുക്കുകയാണ്. അതുപോലെ പെൻഷനറി ക്ലെയിംസ്, എല്ലാ കണക്കുകളും ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പിന്നീട് കുറേയധികം മാറിപ്പോയി? അതാണ് ശരിക്കും പഠിക്കേണ്ടത്. വ്യക്തമാണ്. ഞാൻ ശ്രീ രാജമണിക്ക് സ്കെഡ്യൂളിങ്ങിന്റെ കാര്യം കൃത്യമായിട്ട് ശ്രീ സെൻകുമാർ പറഞ്ഞു. അത് ചെയ്യാനുള്ള ശ്രമവും ചിലയിടത്തെങ്കിലും ഇന്റർഫിയറൻസ് വരുന്നു എന്നുള്ളതും. ഈ വരുമാനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം, ഒരു പക്ഷേ ഇന്നിത് ലൈവായി നടക്കുമ്പോൾ ചർച്ചയിലുള്ള വിഷയങ്ങളിൽ ഒന്നാണ്, വാർത്തയിൽ വരുന്ന വിഷയമാണ്. താങ്കളുടെ ഭാഗത്തു നിന്ന് കുട്ടികളുടെ സൗജന്യ യാത്ര, വിദ്യാർത്ഥികളുടെ സൗജന്യ യാത്രയിൽ കുറവ് വരുത്തണമെന്നുള്ള ഒരു ലെറ്റർ, ഒരു നീക്കമുണ്ടായി, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു വാദം?
നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ KSRTC ഒരു ബ്രേക്ക് ഈവനിൽ എത്തണമെന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. വരുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം കൊണ്ട് നമുക്ക് സാലറിയും പെൻഷനെങ്കിലും കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കാണുന്നത്. അതർവൈസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ KSRTC ഈസ് നോട്ട് എ കമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ അതിൽ ഉദ്ദേശിക്കുന്നത് മിനിമം നമുക്ക് ഒരു സാലറി ആൻഡ് പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കെങ്കിലും എത്തിക്കഴിയണം എന്നുള്ളതാണ് നമ്മളുടെ ടാർഗറ്റ്. അപ്പോൾ അത് സംബന്ധിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ഓൺ ദ വൺ സൈഡ് റവന്യൂ ഇൻക്രീസ് ചെയ്യണം, മറ്റേ സൈഡ് ചെലവ് ചുരുക്കണം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത് ഈ എസ്പെഷ്യലി നമ്മൾ അത് ഇൻഫാക്ട് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ ഗതാഗത സെക്രട്ടറിക്കാണ് 20-ാം തീയതി ഒരു ലെറ്റർ എഴുതുന്നത്. അതായത് സ്റ്റുഡൻസിനുള്ള ഇത് പിൻവലിക്കണം എന്നുള്ളതല്ല. അങ്ങനെയാണ് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് കൊടുത്തത്. അങ്ങനെയല്ല കൊടുത്തത്. നമ്മൾ കൊടുത്തത് പ്രസന്റ്ലി പ്രൈവേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ്ക്ക് 25% കൺസെഷൻ നിരക്കിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യാം. പക്ഷേ KSRTCയും അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് യാത്ര അനുവദിച്ചു എന്ന് പറയുമ്പോൾ KSRTCയിലെ ഉള്ള KSRTCയിൽ അവർ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. അറ്റ് ദ സെയിം ടൈം പ്രൈവേറ്റിൽ അവർ 25% അടയ്ക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ വിദ്യാർത്ഥികളും KSRTCക്ക് വരും. ഇൻ ടേൺ നടക്കുന്നത് എങ്ങനെ? അപ്പോൾ എല്ലാവരും അവിടെ കയറുമ്പോൾ ഇവിടെ വരുന്ന എനിക്ക് ടിക്കറ്റ് കൊടുത്ത് പോകുന്ന യാത്രക്കാർ ഇവിടെ തിരക്കുകാരൻ എന്ത് ചെയ്യും? പ്രൈവറ്റ് മേഖലയ്ക്ക് പോകും. അപ്പോൾ എൻ്റെ ബസ്സിലെ ആൾക്കാരെല്ലാം പോവുകയും ചെയ്യും, പക്ഷേ എനിക്ക് വരുമാനം കിട്ടത്തില്ല. അതേ സന്ദർഭത്തിൽ തന്നെ എൻ്റെ റവന്യൂ തന്നെ കുറയുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഒരു പെർ ഡേ ഒരു 1.5 ലക്ഷത്തോളം ആൾക്കാർ അങ്ങനെ മാറിപ്പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ഗവൺമെൻറ് അടുത്ത് സെക്രട്ടറിക്ക് ഞാൻ എഴുതിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒന്ന് ഈക്വൽ ടു ദ പ്രൈവറ്റ് മേഖലയായിട്ട് നമുക്കും 25% എടുക്കാനുള്ള അനുവാദം കൊടുക്കുക. അതൊരു അനിവാര്യതയാണ് നമുക്ക് പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ, അല്ലേ? എന്ന് വെച്ചാൽ ഒരു വർഷത്തിന് 105 കോടിയാണ് അതുകൊണ്ട് നമുക്ക് നഷ്ടം വരുന്നത്. ഞാൻ വരാം. ഡോക്ടർ ശ്രീദേവി, KSRTCയുടെ ഒരു റിവൈവൽ പാക്കേജും ഒക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്യുകയുണ്ടായി നെറ്റ്പാക്കിന്റെ ഭാഗത്ത് നിന്നൊക്കെ. ഈ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഇന്റർവെൻഷൻ ഒരു സൈഡിൽ, രണ്ട് പലപ്പോഴും സർക്കാർ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ. ഇപ്പൊ പഠനമില്ലാത്ത പെൻഷനെ കുറിച്ച് പറഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ കൊണ്ടുവന്ന സൗജന്യ യാത്ര ഇംപ്ലിമെന്റ് ചെയ്തതിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്താണ് നമുക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്? ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതിനെ കറക്റ്റ് ചെയ്യാവുന്ന മെഷേഴ്സ് ഉണ്ട്. പക്ഷെ ടോട്ടലായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പോൾ അത്യാവശ്യം. കാരണം ആ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് KSRTC. സെൻകുമാർ സാറ് പറഞ്ഞ പ്രധാന പ്രശ്നങ്ങളിൽ നമുക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം പുതിയ വാഹനങ്ങളല്ല, പഴയ വാഹനങ്ങൾ നല്ലൊരു ശതമാനമുണ്ട്. അപ്പം നമുക്ക് പെർ കിലോമീറ്റർ ഫ്യൂൽ കൺസംഷൻ 4.22 ആണ് നമുക്ക് പെർ കിലോമീറ്റർ കിട്ടുന്നത് പഠനങ്ങളിൽ നിന്ന് വരുന്നത്. മറ്റുള്ള സംസ്ഥാനത്ത് അതിൽ കൂടുതലാണ്. രണ്ടാമത് ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ ഒരു ആസ്ട്രോന്റെ ഒരു പഠനത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് എല്ലാ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ STUസിൽ KSRTC ആണ് ഏറ്റവും താഴെ എന്നുള്ളതാണ്. അതായത് ലോവസ്റ്റ് ഫ്ലീറ്റ് യൂട്ടിലൈസേഷൻ 81.8%. ബസ് സ്റ്റാഫ് റേഷ്യോ സെൻകുമാർ സാർ തന്നെ പറഞ്ഞു 8.57, കിലോമീറ്റർ പെർ 4.22, അത് ഏറ്റവും കൂടുതലാണ്. പിന്നെ ഈ 3 കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നഷ്ടത്തിലേക്കേ പോകത്തുള്ളൂ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. പിന്നെ ഒരു കാരണം സാധാരണമായിട്ട് സംഭവിക്കുന്നത്, നമ്മൾ ഒരു ദിവസം KSRTC ഓടിയില്ലെങ്കിൽ 4 കോടി നഷ്ടം, അല്ലെങ്കിൽ 6 കോടി, അത് 6 കോടിയിലേക്ക് എത്തിക്കാൻ നഷ്ടമല്ല, ലാഭം, റവന്യൂ. അപ്പോൾ ഈ നമ്മൾ ആവശ്യമില്ലാത്ത പല സമയത്തും ട്രിപ്പുകൾ മുഴുവൻ ക്യാൻസലാക്കുകയാണ്. ഉദാഹരണത്തിന് ഹർത്താൽ വരുമ്പോൾ ട്രിപ്പുകൾ KSRTC കംപ്ലീറ്റ് ആയിട്ട് നിർത്തുകയാണ്. അപ്പം അതിനെതിരെയോ അല്ലെങ്കിൽ ആ KSRTC അത് നിർത്താതിരിക്കാനായിട്ട് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവണം. പിന്നെ ഈ പെർ കിലോമീറ്റർ പെർ ലിറ്ററിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ഷെഡ്യൂളിങ്ങിന്റെ റീഷെഡ്യൂളിംഗ് ആവശ്യമാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ എപ്പോഴും KSRTC കൂടുതലായിട്ട് ഈ ഷോർട്ട് ട്രിപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസ്, പ്രൈവറ്റ് ബസ്സസുമായിട്ട് ഒരു കോമ്പറ്റീഷന് പോകുന്നു. ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ കൂടുതലും ലോങ് ട്രിപ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ലാഭവിധം കൂടി വരും. ഉദാഹരണത്തിന് ജനറൽ ബസ്, നമ്മൾ നെറ്റ് പാക്കിങ്ങിന്റെ സഹായത്തോടു കൂടിയാണ് ഈ പ്രാവശ്യത്തെ ജനറൽ ബസ് 400 ബസ്സുകൾ വാങ്ങാനുള്ള റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത്. അത് കിട്ടിയപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്ത് ലോങ് ട്രിപ്സ് തിരുവനന്തപുരം, എറണാകുളം, അത് നല്ല രീതിയിലാണ് ഓടുന്നത്. പിന്നെ ചില ട്രാഫിക് ജനറേറ്റിംഗ് ആൻഡ് പോക്കറ്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ടെക്നോ പാർക്ക്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. പേരൂർക്കടയിൽ നിന്ന് നേരിട്ട് ടെക്നോ പാർക്കിലേക്ക് ഒരു വാഹനം വിട്ടു കഴിഞ്ഞാൽ
ധാരാളം ടെക്നോ പാർക്കിലുള്ള ആളുകൾ അതിൽ തന്നെ കയറിപ്പോവും. പക്ഷേ അവർക്ക് 2 ബസ് കയറി ഇറങ്ങേണ്ടി വരുമ്പോൾ അവരെന്ത് ചെയ്യും? സ്വന്തം വാഹനങ്ങൾ എടുക്കാൻ തന്നെ താല്പര്യപ്പെടുന്നു. ഇതുപോലെയുള്ള ഒരു റീഷെഡ്യൂളിങ്, പിന്നെ തൊട്ടടുത്ത ദൂരത്തേക്ക് പോകുന്ന ബസ് കിഴക്കേക്കോട്ടയിൽ നിന്ന് പേരൂർക്കട പോകുന്ന ബസ് ആദ്യം വിട്ടിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന ബസ് നെടുമങ്ങാടേക്ക് പോകുന്ന ബസ് ആദ്യം പോവും, പേരൂർക്കട പോകുന്ന ബസ് രണ്ടാമത് പോവും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? നെടുമങ്ങാട് പോകുന്ന ബസ്സിൽ കയറി പേരൂർക്കട ഇറങ്ങും, പേരൂർക്കടയ്ക്കുള്ള ബസ് ആളില്ലാതെ യൂട്ടിലൈസേഷൻ ഇല്ലാതെ പോകും. ഇങ്ങനെയുള്ള റീഷെഡ്യൂളിംഗ് കൃത്യമായി നോക്കി ഓരോ പ്രാവശ്യം, ഇത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പഠനത്തിൽ നിന്ന് ചെയ്യാവുന്നതല്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന് ചെയ്യണം. അതായത് ട്രിപ്പ് മാനേജ്മെന്റ് ആണ്. പിന്നെയുള്ളത് പലപ്പോഴും നമുക്ക് ഇതൊരു സർവീസ് മേഖലയാണ്. ഒരു വേളി റെയിൽവേ സ്റ്റേഷൻ, പേട്ട റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള സ്ഥലത്ത് ട്രെയിൻ ഒരു പക്ഷേ അരമണിക്കൂർ ലേറ്റ് ആയാൽ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഷെഡ്യൂളുള്ള ആ സമയത്തല്ല ബസ് വിടേണ്ടത്, ആ അരമണിക്കൂർ ലേറ്റ് ആയിട്ട് തന്നെയാണ് വിടേണ്ടത്. കാരണം ഒരു ഡൈനാമിക് ഷെഡ്യൂളിംഗ് അവിടെ അത്യാവശ്യമാണ്. അതാണ് നമുക്ക് വേണ്ടത്. സുജിത്ത്, ഒരുപാട് സജഷൻസ് ട്രിപ്പ് മാനേജ്മെന്റിനെ കുറിച്ച്, ഫ്ലീറ്റിനെ കുറിച്ച്, പെർ ബസ്സിലുള്ള എംപ്ലോയി റേഷ്യോയെ കുറിച്ച് ഒക്കെ പറയുകയുണ്ടായി. ശ്രീദേവി മാഡം വളരെ ആഴത്തിൽ നടത്തുന്ന പഠനങ്ങളെക്കുറിച്ചും പറയുകയുണ്ടായി. എന്താണ് അതിനപ്പുറത്തേക്ക് സുജിത്തിന് പറയാനുള്ളത്? ഇങ്ങനെ ഒരു കണക്കുകൾ നിരത്തി റേഷ്യോ വൈസിൽ പറയാൻ എനിക്കറിയില്ല. ഒരു പാസഞ്ചർ എന്ന നിലയിൽ അല്ലെങ്കിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ആയിട്ട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാം. നിലവിൽ ഇപ്പോൾ 6000-ലധികം ഷെഡ്യൂളുകൾ KSRTCക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ 6000 ഷെഡ്യൂളുകളും റീഷെഡ്യൂൾ ചെയ്താൽ KSRTCയുടെ പ്രശ്നം അവിടെ തീർന്നു. കാരണം ഇപ്പോൾ നിലവിലുള്ള ഈ ഷെഡ്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അല്ലാതെ പാസഞ്ചേഴ്സിന്റെ, യാത്രക്കാർക്ക് തൃപ്തിയാവുന്ന തരത്തിലുള്ള രീതിയിലല്ല ഇപ്പോൾ നിലവിലുള്ള മിക്ക ഷെഡ്യൂളുകൾ, ഓൾമോസ്റ്റ് 90% ഷെഡ്യൂളുകൾ ഓടിക്കുന്നത്. അതിൽ മിക്ക കാര്യങ്ങളും ഞാൻ എടുത്തു പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പം മാഡം പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് സർവീസുകളിൽ കോൺസെൻട്രേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ KSRTC ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം പുനലൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ സൂപ്പർ ഫാസ്റ്റ് ബസ് ഓടിക്കും. ലെസ് ദാൻ 100 കിലോമീറ്റേഴ്സ് ആണ് അല്ലെ. അതേസമയം ഈ പത്തനംതിട്ടയിൽ നിന്ന് വയനാട്ടിലേക്ക് മോർ ദാൻ 500 കിലോമീറ്റേഴ്സ് ഉള്ള സ്ഥലത്തേക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ ഓടിക്കും. ഇതേ റൂട്ടിൽ പ്രൈവറ്റ് ബസ്സുകൾ എന്താ ചെയ്യുന്നത്? AC പുഷ് ബാക്ക് സർവീസുകളാണ് ഓടിക്കുന്നത്. അപ്പം സാധാരണ ജനങ്ങൾ എന്ത് പ്രിഫർ ചെയ്യും? ലോങ് ഡിസ്റ്റൻസ് എപ്പോഴും പ്രോഫിറ്റബിൾ ആണ്. ഓർഡിനറി സർവീസ് ആണ് നമുക്ക് നഷ്ടം. ലോങ് ഡിസ്റ്റൻസ്, അതായത് സൂപ്പർ ക്ലാസ് സർവീസുകളാണ് KSRTCക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത്. ഈ സൂപ്പർ ക്ലാസ് സർവീസുകളെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ, നല്ല ബസ്സുകൾ ഇട്ട് റിലയബിൾ ആയിട്ട് ബസ്സുകൾ ഓടിച്ചാൽ തീർച്ചയായും KSRTC ജനങ്ങൾ ആശ്രയിക്കും. KSRTCക്ക് പ്രോഫിറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അതേപോലെ ഓൺലൈൻ റിസർവേഷൻ, നിലവിൽ എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 10% ബസ്സുകൾക്ക് മാത്രമേ റിസർവേഷൻ സമ്പ്രദായമുള്ളൂ. അതിലിപ്പോൾ ഉള്ള റിസർവേഷൻ സിസ്റ്റം തന്നെ അത് ഒരു ഒട്ടും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സിസ്റ്റം അല്ല. അതിനകത്ത് ടൈമിംഗ് തന്നെ, ഈ പറഞ്ഞ ഷെഡ്യൂൾ തന്നെ, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പകൽ സമയത്ത് ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുമോ? ഇല്ല. 7 മണിക്കൂറെങ്കിലും എടുക്കും പകൽ ഒരു ബസ് ഓടിയെത്താനായിട്ട്. അതേസമയം രാത്രിയിലാണെങ്കിൽ 4 മണിക്കൂർ മതി ഓടിയെത്താൻ. അപ്പം ഈ ബുദ്ധിമുട്ടുകൾ കാരണം തന്നെ ഇതുപോലെയുള്ള ധാരാളം ഈ പറഞ്ഞ കാര്യങ്ങളിൽ 1-2 ഒന്ന്, ഇപ്പോ കൃത്യമായിട്ട് സ്കെഡ്യൂളിംഗ് ശരിയല്ല. ഈ നിൽക്കുന്ന 6399 സ്കെഡ്യൂളുകൾ നമ്മുടെ KSRTCക്കുള്ളത് ശരിയായ രീതിയിലല്ല പലതും പോകുന്നത്. 1. 2, വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് അതിൽ ആൾക്കാരുടെ എണ്ണം, പെർ എംപ്ലോയി റേഷ്യോ അതിനകത്തേക്ക് വരുന്നത്. 8ഓളം എംപ്ലോയീസ് ഒരു ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് വരുന്നു എന്നുള്ളത്. 3, ഷോർട്ട് ഡിസ്റ്റൻസിലാണ് കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ദീർഘദൂര യാത്രകളിലല്ല. ഇങ്ങനെയുള്ള ഒരുപക്ഷെ പരിഹരിക്കാൻ കഴിയുന്ന കുറെ പ്രശ്നങ്ങളാണോ KSRTCയിൽ ഉള്ളത്? അതാണെങ്കിൽ അത് പരിഹരിക്കാൻ ഇനിയും കഴിയാത്തത് എന്തുകൊണ്ട്? അതായത് KSRTCയിൽ അവരുടെ ഹൗസ് സ്റ്റേഷന്റെ പത്രാധിപരും പ്രസാധകനുമായിട്ട് 18 വർഷം ഞാൻ ജോലി ചെയ്തു. അപ്പോൾ എനിക്ക് KSRTC കുറിച്ച് എല്ലാം നല്ലപോലെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഷെഡ്യൂൾ ഓപ്പറേഷൻ ഒന്നുമല്ല കോർപ്പറേഷനെ നഷ്ടത്തിലാക്കിയിട്ടുള്ളത്. കാരണം 1965 ഈ കോർപ്പറേഷൻ വന്നിട്ട് 10-12 വർഷം വരെ 11.5%, 18% ബോണസ് കൊടുത്തു. അന്നും ഈ പറയുന്ന അനുവാദം, എംപ്ലോയീസിന്റെ അനുവാദം ഇതുപോലെ ഉണ്ടായിരുന്നു. വണ്ടികൾ അന്നും ഓടി, ഇന്നും ഓടുന്നു. ഇതുപോലെ പറഞ്ഞ ഈ തകരാറിലുള്ള ഷെഡ്യൂൾ ഓപ്പറേഷൻ തന്നെ അന്നും നടന്നത്. ഈ അദ്ദേഹം പറഞ്ഞ രാജമാണിക്യ സാറ് പറഞ്ഞ പോലെ ആദിവാസി കേന്ദ്രങ്ങളിൽ അയക്കും, അത് നടന്നു. അന്നും സർവീസ് നടന്നു, ഇന്നും സർവീസ് അതുപോലെ നടക്കുക. ശരി, അപ്പൊ എന്താണ് പ്രശ്നം? ഞാൻ പറയാം. അതിന് നിങ്ങൾ ചെയ്യുന്ന എന്തുകൊണ്ട് ഈ 10-12 വർഷം കഴിഞ്ഞിട്ട് KSRTC നഷ്ടത്തിലായി? പറയൂ, എന്തുകൊണ്ട്? അത് ഞാൻ പറയാം. അത് ആദ്യമായിട്ട് പറയുന്നത് നമ്മുടെ ചീഫ് ഓഫീസിന്റെ കാര്യമാണ്.
ഓരോ സെക്ഷന്റെ ഹെഡായിട്ട് ഓരോരുത്തരെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് 1980 മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിട്ട് അവരെല്ലാം പ്രൊമോട്ട് ചെയ്തു. ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വന്നവരുമുണ്ട്, അവിടെ ഉള്ളവരുമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോർഡ് വായിച്ചാൽ തീരില്ല. ഒരു ലേബർ ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു പേഴ്സണൽ ഓഫീസർ ഉണ്ടായിരുന്നു, ഒരു ചീഫ് ട്രാഫിക് മാനേജർ ആയിരുന്നു, അതിന്റെ ബോർഡിൽ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ചീഫ് ട്രാഫിക് മാനേജർ, അതിന് താഴെ ഡെപ്യൂട്ടി ചീഫ് മാനേജർ, ഇങ്ങനെ സോ മെനി പ്ലേസസ്. എന്തിനാണ് ഇതെല്ലാം? എന്തിനാണ്? ഇല്ല, ചീഫ് ഓഫീസിലെ മേലുദ്യോഗസ്ഥ പെരുപ്പം ആദ്യമായിട്ട് കുറയ്ക്കണം. അതിനാണ് ഈ സുനിൽ ഖന്ന ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ആദ്യം അങ്ങേര് വെച്ചിരുന്ന സജഷൻ അതായിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പോ ഇംഫാലിനെ തിരിച്ചാണ് പോകുന്നത്. ചീഫ് ഓഫീസിലെ മേലുദ്യോഗസ്ഥ പെരുപ്പം കുറയ്ക്കുമ്പോൾ കോടികൾ ഇനി വരും മാസം. പിന്നെ ഇത് നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ DTO എന്ന് പറയുന്നത് ഒരു റവന്യൂ ജില്ലയ്ക്ക് ഒരു DTO ആയിരുന്നു. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് 10 DTOമാരുണ്ട്. എന്തിനാണിത്? ഇവിടെ താറുമാറായിട്ട് സബ് ഡിപ്പോകൾ തുടങ്ങി. എന്തിനാണ്? തമിഴ്നാട്ടിലും കർണാടകത്തിലും സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി വെള്ളനാട്ടും ആര്യനാട്ടും വിതുരയും വെള്ളറുടെയും സബ് ഡിപ്പോകൾ തുടങ്ങി, മേജർ ഓഫീസ് തുടങ്ങി. ഇന്ന് മാത്രം രൂപയാണ് മാസം പോകുന്നത്. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ചെയ്യാവുന്ന ജോലിയാണത്. തമിഴ്നാട്ടിലുണ്ടല്ലോ, അതുപോലെ ഇവിടെ ചെയ്തുകൂടെ? ഇവിടെ 10 ഉണ്ടാ? ഇല്ല, അത് ചെയ്തില്ല. പിന്നെ അത് കോട്ടാക്കട ഡിപ്പോയിൽ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാവുന്ന സ്ഥലങ്ങളാണ് ഈ വെള്ളറുടെയും വിതുരയും ആര്യനാടും. അവിടെ അത് പറഞ്ഞാൽ വണ്ടികൾ അവിടെ പോകും. അതിന് വെള്ളനാട്ടൊരു മേജർ വർക്ക്ഷോപ്പും മേജർ ഓഫീസിന്റെ ആവശ്യമില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് എന്തുമാത്രം കണക്കൂട്ടി നോക്കണം. ഞാൻ പറയാം, ഈ പ്രൈവറ്റ് സർവീസ് എങ്ങനെ ലാഭമാകുന്നു? ഞാൻ പറഞ്ഞുതരാം. PSN മോട്ടോഴ്സ്, ഞാൻ KSRTC വരുന്നതിൽ പത്രപ്രവർത്തകനായിരുന്നു. ഞാൻ PSN മോട്ടോഴ്സിലും തിരുവനന്തപുരത്ത് RKI മോട്ടോഴ്സിലും സന്ദർശിച്ചു. അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ ലാഭം ഉണ്ടാക്കുന്നത്? RKI മോട്ടോഴ്സിലെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന V. ദാമോദരൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ദിവസവും ഈ സർവീസിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. ഏതൊക്കെ സർവീസ് എങ്ങനെ മുടങ്ങിയെന്ന് നോക്കും. അതിനെ അപ്പടി ഞാൻ റൈറ്റിഫൈ ചെയ്യും. ഞങ്ങൾ ഒരു സാധനം മാറ്റണമെന്ന് ഡ്രൈവർ പറഞ്ഞാൽ ഞങ്ങൾ മാറ്റില്ല. ഞങ്ങൾ നോക്കിയിട്ട് അത് തെറ്റാണെങ്കിലേ മാറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. V. ദാമോദരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഈ പ്രൈവറ്റ് സർവീസിന് ഇവിടെ ഈ സിറ്റി സർവീസ് നാഷണലൈസ് ചെയ്യുന്ന റൂട്ടായിരുന്നു. ഇത് യാതൊരുവിധ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാതെ ഇവിടെ ഒരു പണിമുടക്ക് നടന്നപ്പോൾ ആ കുറച്ച് വണ്ടികൾ കോർപ്പറേറ്റ് സഹായിക്ക് വേണ്ടി ഓടിച്ചു. ഈ 10-12 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അത് പണിമുടക്കുന്ന പാരിതോഷികമായിട്ട് അവർ പെർമിറ്റ് കൊടുത്തു. നോട്ടിഫൈ ചെയ്തിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. അത് ചെയ്തിട്ട് അതിവിടെ ചോദിക്കാൻ സർക്കാരിന് ഒരു നാവനങ്ങയില്ല. അത് ഇപ്പൊ എത്ര വണ്ടികളാണ് ഓടുന്നത്? പെർമിഷൻ ഉണ്ടോ അല്ലോ എന്നല്ല ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? 100-110 വണ്ടികൾ പ്രൈവറ്റ് ഓടുന്നുണ്ട്. അത് ഒഴികെ ആ കളക്ഷൻ ഇനി നമുക്ക് വരണം. നമ്മുടെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടികൾ നന്നാക്കണം. സ്പെയർ പാർട്സ് വില കൂടിയ കട്ടപ്പുറത്തിന്റെ വണ്ടികൾ ഓടിച്ച് ഈ റൂട്ടുകളിൽ ഓടിക്കണം. വണ്ടികളെ പിൻവലിക്കാൻ നോട്ടിഫൈ ചെയ്യണം. അതിന് ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് വേണം. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ 108. ശരി, വ്യക്തമാണ്. വരാം. ശ്രീ ജയകുമാറിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീ TP സെൻകുമാർ എങ്ങനെ കാണുന്നു? ഇത് ഞാൻ ഒരു ചർച്ചയിലധികം പോകാതിരിക്കുകയാണ്. പക്ഷെ ഇതുപോലെ ഞാൻ കേട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് വേറൊന്നും പറയണമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊന്നുമല്ല. കാരണം KSRTC ആകെ 1 വർഷമാണ് എൻ്റെ ചരിത്രത്തിൽ ലാഭം കാണിച്ചിട്ടുള്ളത്. ഈ 12 വർഷമൊക്കെ ബോണസൊക്കെ കൂടുതലാണ്. അത് ലാഭം ഉണ്ടായിട്ടല്ല. 95-96 അത് അന്ന് ക്യാഷ് സിസ്റ്റം ആയിരുന്നു. ആ ക്യാഷ് സിസ്റ്റത്തിൽ ഇൻക്രിമെന്റ് പോലും കൊടുക്കാതിരുന്ന ഒരു വർഷത്തിൽ ക്യാഷ് സിസ്റ്റം അക്രൂവൽ സിസ്റ്റം വ്യത്യാസമുണ്ട്. ഇനി അതുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അക്രൂവലാണെങ്കിൽ ആ വർഷം നഷ്ടം വരും. അപ്പം 95-96 മാത്രമാണ് ലാഭം കാണിച്ചത്. ഇനി ഞാൻ പഠിച്ചാണ്, തറവായിട്ട് പഠിച്ചാണ്. എന്താണ് KSRTCയുടെ പ്രോബ്ലം? 2010 36 ലക്ഷം യാത്രക്കാർ KSRTC ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം ശരാശരി ഇപ്പോൾ അത് 28 ലക്ഷം 29 ലക്ഷമാണ്. ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, യാത്രക്കാർ കുറഞ്ഞു. എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ഇപ്പോൾ 2 വീലർ, മനസ്സിലായോ, അല്ലെങ്കിൽ സ്മോൾ കാർസ്. എന്തുകൊണ്ട്? ഇപ്പൊ ഒരു 2 വീലറിൽ ഒരു ഹസ്ബൻഡും വൈഫും യാത്ര ചെയ്യുകയാണെങ്കിൽ അവർ ചീപ്പാണ്, എക്കണോമിക്കലി ചീപ്പാണ്, സൗകര്യമാണ്. ഇപ്പൊ ഡോക്ടർ ശ്രീദേവി പറഞ്ഞു, ഇപ്പൊ ജനറം ബസ് ഇവിടെ വരാനായിട്ട് ആദ്യം പ്രൊജക്ട് കൊടുത്തത് ഞാനാണ്. ഞാൻ 2 ദിവസം ഇരുന്ന് പണിപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയ പ്രൊജക്റ്റാണത്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ത് ചെയ്യണം. ഇതിന് നമ്മളൊരു പേ ആൻഡ് പാർക്ക് സിസ്റ്റം എല്ലായിടത്തും, ഇപ്പൊ പേരൂർക്കട തന്നെ എക്സാമ്പിൾ എടുക്കാം. പേരൂർക്കടയ്ക്ക് ആരും 2 വീലറിലോ അല്ലെങ്കിൽ 4 വീലറിലോ അല്ലാതെ വരില്ല. ടെക്നോ പാർക്കിൽ പോകുന്നവർ ആ 2 വീലറിൽ അവിടെ വന്നാൽ അവരുടെ 2 വീലർ നന്നായിട്ട് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് പാർക്ക് ചെയ്തിട്ട് ഈ ബസ്, അതായത് കൃത്യമായിട്ട് ഓടുന്ന ബസ്സായിരിക്കണം, ആ ബസ്സിൽ കയറി അവർ ടെക്നോ പാർക്കിൽ പോകും, തിരിച്ചു വന്ന് ഈ 2 വീലറിൽ പോയിക്കോളും. അതിന് സൗകര്യം ഇല്ലെങ്കിൽ
അവർ 2 വീലറിന്റെ പേര് കൂടെ വന്ന ടെക്നോ പാർക്ക് വരെ പോകും. വ്യക്തമാണ്. ഒന്ന് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതിന് അതൊരു വലിയ കാരണം. അതുപോലെ ഈ പറയുന്ന ഈ പ്രൈവറ്റ് സെക്ടർ ഈ PSN ഒന്നും ഇല്ലെന്ന് അപ്പൊ പ്രൈവറ്റ് സെക്ടർ എല്ലാം ആക്ച്വലി ലാഭം നഷ്ടം. ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വായിക്കാം. ബസ് ഗതാഗത രംഗത്തിൽ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പൊ KSRTC ഫേസ് ചെയ്യുന്ന കുറെ വ്യത്യസ്തമായ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലൊന്നും ഈ രീതിയിലുള്ള പെൻഷൻ ഇല്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത് അവിടുത്തെ നേരത്തെ പറഞ്ഞു KMPL ഇപ്പൊ എനിക്കുണ്ടായ അനുഭവം ഉണ്ട്. ഞാൻ അവിടെ ചാർജ് എടുത്തപ്പോൾ 3.83 ആണ് KMPL. അപ്പൊ ഞാൻ KMPL കൂട്ടുന്നതിനും അപകടം കുറയ്ക്കുന്നതിനും ഇന്റൻസീവ് ട്രെയിനിങ് കൊടുത്തു. ആ ട്രെയിനിങ് എല്ലാവർക്കും ശമ്പളത്തോടു കൂടി ഭക്ഷണത്തോടു കൂടി ഉള്ള സൗകര്യത്തോടു കൂടിയാണ് ഡ്രൈവർമാർക്ക് കൊടുത്തത്. ആ KMPL 4.29 ആയി. അപ്പോഴേ AG അക്കൗണ്ടന്റ് ജനറൽ എഴുതിയിരിക്കുകയാണ് ഈ നടപടി കാരണം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അപ്രിസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. 2 ലക്ഷം കിലോമീറ്റർ ഒരു പൈസ കൂടുതലില്ലാതെ നമ്മൾ ഓടുകയാണ് ഫ്യൂവല്. അപ്പൊ അവര് അതിന് ഇത് പറഞ്ഞിരിക്കുന്നതാണ് 4.5 ആണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തത്. ആ 4.29 എത്തിയുള്ളൂ. അതുകൊണ്ട് 0.21 വെച്ചിട്ട് കുറഞ്ഞു. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഞാൻ മറുപടി കൊടുത്തു, ഞാനത് 5 കിലോമീറ്ററാണ് ടാർഗറ്റ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, എങ്കിൽ നിങ്ങളുടെ നഷ്ടം കുറച്ചുകൂടി കൂടുതൽ വന്നിരുന്നു. അപ്പൊ ഇതുപോലെ വളരെയധികം കാര്യങ്ങൾ വിഷയങ്ങളുണ്ട്. അല്ല, വളരെയധികം ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് KSRTC യു ഹാവ് ടു ലിസൺ ടു ദാറ്റ്. അതല്ലാതെ അത് എന്തുകൊണ്ട് പലർക്കും അറിയില്ല. ഇപ്പൊ പലരും ആനയെ കണ്ടിട്ട് ആനയുടെ രൂപം ഇന്നതാണെന്ന് പലരും കാണാൻ പറ്റാത്തവർ പറയുന്നത് പോലെയാണ് പലരും KSRTC പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന 1986 എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ശരി, വ്യക്തം. ഞാൻ വരാം സർ. ശ്രീ ജയകുമാർ, ക്ഷമിക്കുക, അരമണിക്കൂറോളം എത്തുമ്പോഴും താങ്കളിലേക്ക് വരാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞില്ല, ക്ഷമിക്കുക. ഈ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഞാൻ ഇക്കാര്യത്തിൽ KSRTCയെ ആര് രക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അത് രക്ഷിക്കാൻ ചുമതലപ്പെട്ടവർ തന്നെയാണ്. അത് ഗവൺമെന്റാണ്. അത് ആര് രക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഗവൺമെന്റ് തന്നെയാണ്. ആ രക്ഷിക്കുമെന്നുള്ള ചോദ്യം ഞാൻ താങ്കളിലേക്ക് എത്തിച്ചില്ല. ആ രക്ഷിക്കുമെന്നുള്ള ചോദ്യം ഇവിടെ ചോദിച്ചുമില്ല, സർക്കാർ തന്നെയാണ്. അപ്പൊ അത് അക്കാര്യത്തിൽ ഇവിടെ ഇപ്പൊ രക്ഷയില്ലാതായിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ ആ കാര്യത്തിലേക്ക് പറഞ്ഞു. ഞാൻ KSRTC ജീവനക്കാരനായി 92 മുതൽ 98 വരെ 99 വരെ KSRTCയിലെ ജീവനക്കാരനായിരുന്ന ഒരാളാണ്. അതിനുശേഷം മറ്റ് സർവീസിൽ പോയി. അപ്പൊ ഇപ്പോ അവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, KSRTCയിലെ 35,000-ഓളം വരുന്ന ജീവനക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. ആ ജീവിതം വഴിമുട്ടിയതിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇവിടെ ഇപ്പോ KSRTC ബസ് ഓടുന്നുണ്ട്, യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാർക്ക് നേരിട്ടൊരു ബുദ്ധിമുട്ട് ഇപ്പൊ വന്നിട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ KSRTCയിൽ പകലന്തിയോളം പണിയെടുക്കുന്ന ജീവനക്കാരനുണ്ട്. രക്തം ചോരയാക്കി പണിയെടുക്കുന്ന ജീവനക്കാരാണ്. അവരുടെ വികാരത്തെ കാണാൻ ഇന്നിപ്പോ ആരുമില്ല എന്നുള്ള സ്ഥിതിയാണ്. അല്ല ജയകുമാർ, ഞാൻ ഇവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. എന്താണ് ജീവനക്കാരുടെ പ്രശ്നം? ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്നതിന് KSRTCക്ക് നഷ്ടമെന്ന് പറയുന്നു. അല്ല, KSRTCക്ക് നഷ്ടമെന്ന് പറയുന്നതാണോ അതോ യഥാർത്ഥ നഷ്ടം? KSRTCക്ക് ഒരു മാസം 140 കോടി രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് പുതിയ കണക്ക് പറയുന്നത്. ഈ കണക്ക് KSRTCയിലെ ജീവനക്കാരനല്ല ഉണ്ടാക്കുന്നത്. KSRTCയിൽ രാവിലെ 4 മണിക്ക് KSRTC എല്ലാവരും കിടന്നുണ്ടാക്കുന്നത് വേറെ അല്ല. ജീവനക്കാരൻ തന്നെ KSRTCക്ക് വേണ്ടി പണിയെടുക്കുന്ന ജീവനക്കാരനാണോ ഈ പറഞ്ഞ ഈ KSRTCയുടെ ഈ വലിയ നഷ്ടത്തിന്റെ കണക്ക് വരുന്ന സമയത്ത് അതിന് ഉത്തരവാദി KSRTCക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ മുതൽ താഴെ ഇരിക്കുന്നവരെല്ലാം KSRTCയുടെ എംപ്ലോയീസ് തന്നെയാണല്ലോ. അല്ല, അതിനകത്ത് ജീവനക്കാരനെ കൊണ്ട് ഏതെങ്കിലും ഇപ്പൊ എന്റെ 2 ഭാഗത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട KSRTCയുടെ CMD ആയിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരാള് അദ്ദേഹം CMD ആണ്, സെൻകുമാർ സാർ നേരത്തെ ആയിരുന്ന ആൾ. KSRTCയിൽ സാധാരണ ജീവനക്കാരനെ കൊണ്ട് എന്ത് മാറ്റമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിച്ചുറപ്പിച്ച് ചെയ്യേണ്ട ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് പെൻഷൻകാർ, ഇപ്പം ബഹുമാനപ്പെട്ട സെൻകുമാർ സാർ പറഞ്ഞ സമയത്ത് പെൻഷൻകാരുടെ പെൻഷനെ സംബന്ധിച്ചാണ് അദ്ദേഹം 1-2 പ്രാവശ്യം അതിനെ തോന്നിയത്. അപ്പൊ അത് ഒരു സാധാരണ ഈ സർവീസിൽ KSRTCയുടെ ആകർഷണീയത എന്തായിരുന്നു? ഒരു കാലത്ത് KSRTCയിൽ ജോലി കിട്ടി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് KSRTCയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരന്റെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം. യാത്ര ചെയ്യാനൊരു സൗകര്യം കൂടിയാണ്, ശമ്പളത്തോടൊപ്പം യാത്ര ചെയ്യാൻ സൗകര്യം കൂടിയാണ്. ഇന്നിപ്പോൾ KSRTCയിൽ ഒരു 10-30-35 വർഷം പണിയെടുത്തിട്ട് പെൻഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമബത്തയില്ല, പെൻഷനില്ല. എത്രയോ പേര് മരിച്ചു കഴിഞ്ഞു, എത്ര പേര് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ആൾക്കാർ ആത്മഹത്യയിലേക്ക് പല കുടുംബങ്ങളും മുന്നോട്ട് പോയി. ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആ സമരം ഉദ്ഘാടനം ചെയ്ത ഒരാളാണ്. KSRTC ജീവനക്കാരും പെൻഷൻകാരും ആത്മഹത്യയിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല എന്നുള്ളതാണ്. മാന്ത്രിക വടി അദ്ദേഹത്തിന് ഉണ്ടാകണമെന്ന് ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ KSRTCയിലെ ജീവനക്കാരന് പെൻഷൻ കൊടുക്കണം,
KSRTC ജീവനക്കാരന് ശമ്പളം കൊടുക്കണം, അവന്റെ വീടിന് അവന്റെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമുണ്ട് എന്നൊരു തോന്നൽ ഈ കേരളത്തിലെ സർക്കാരിനുണ്ടാവണം. ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെ KSRTC എന്ന വകുപ്പ് സർക്കാർ ഏറ്റെടുക്കുകയും സർക്കാർ KSRTCയിലെ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരം. നേരെ അപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ 35 ലക്ഷത്തോളം ഉണ്ടായിരുന്ന ജനങ്ങൾ ഇന്നിപ്പോൾ 29-30 ലക്ഷത്തോളം ആയി. യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു. എന്താ കാര്യം? KSRTC നെയ്യാറ്റിങ്കര, ഞാനിപ്പോ നെയ്യാറ്റിങ്കര പ്രദേശത്ത് നിന്ന ആളാണ്. ദേശസാൽകൃത റൂട്ടാണ് നെയ്യാറ്റിങ്കര. അവിടെ KSRTC പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല. നമ്മുടെ ഗവൺമെന്റ് പ്രൈവറ്റ് ബസ്സുകൾക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താ? KSRTC ബസ്സിനകത്ത് ഒരു ബസ് ബോർഡ് വെച്ച് സ്റ്റാൻഡിൽ പിടിച്ചാൽ ആ ബസ്സിന് തൊട്ട് മുന്നിലും പുറകിലുമായി സമാന്തര സർവീസ് അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആരാ സമാന്തര സർവീസിന്റെ ഉടമസ്ഥരാരാ? പല ജീവനക്കാരന്റെയും സർവീസ് ഉണ്ട്, ഉദ്യോഗസ്ഥ തലത്തിലും സർവീസ്, പലരുടെയും ബന്ധുക്കളുടെ സർവീസ് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ ജീവനക്കാർ തന്നെയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണോ പറഞ്ഞു? അല്ല, ജീവനക്കാർ ചിലരുടെ സർവീസ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊരു സാമാന്യവൽക്കരിച്ച് പറഞ്ഞതല്ല. ഗവൺമെന്റ് ഈ സമാന്തര സർവീസ് എന്നുള്ള സംവിധാനത്തെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണവും വരുത്താൻ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല. KSRTCയിലെ ആള് കയറിയാൽ എന്ത്, കയറിയില്ലെങ്കിൽ എന്ത്? അല്ല, ഒരു കാര്യം ഞാൻ അതിൽ പറയാം. ജനങ്ങൾ എന്തുകൊണ്ട് സമാന്തര സർവീസ് നോക്കി പോകുന്നു? അത് KSRTCയുടെ കഴിവുകേടല്ലേ? KSRTC ഓപ്പറേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, പമ്പയിൽ നിന്നും ബാംഗ്ലൂർ വഴി ഹൈദരാബാദിലേക്ക് ഒരു പ്രൈവറ്റ് ട്രാവൽസ് സർവീസ് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ KSRTC പമ്പ ബാംഗ്ലൂർ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ വർഷം KSRTC നടത്തിയില്ല, പ്രൈവറ്റ് ബസ് സർവീസ് തുടങ്ങി. അതേപോലെയുള്ള KSRTCയുടെ കഴിവുകേട് കാരണമല്ലേ, അല്ലെങ്കിൽ KSRTC കൊണ്ട് ആൾക്കാർക്ക് ഉപകാരം കിട്ടാത്തത് കൊണ്ടല്ലേ ജനങ്ങൾ മറ്റ് സമാന്തര സർവീസുകളിനെ ഇതാക്കി പോകുന്നത്? അല്ല, ഈ KSRTC അതിനിപ്പം മറുപടി പറയേണ്ടത് ഞാനല്ല, ബഹുമാനപ്പെട്ട രാജമണിക്ക്. അങ്ങനല്ല, ഒരു തൊഴിലാളികളുടെ ഭാഗമായി നിന്ന് സംസാരിക്കുമ്പോൾ ആ ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസിനെ കുറിച്ചും എഫിഷ്യൻസിയെ കുറിച്ചും പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണത്തിനെ കുറിച്ചും കൂടെ അറിഞ്ഞിട്ട് വേണം താങ്കൾ സംസാരിക്കാൻ. അല്ല, ആ പ്രശ്നങ്ങൾ ഒന്നും തൊടത്തില്ല, എന്നാൽ വൈകാരികമായ ജനങ്ങളുടെ പ്രശ്നത്തിന് മാത്രം ഇൻഫ്ലേറ്റ് ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയല്ല. അല്ലല്ല, ഞാൻ ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കും. ഒരു സൊല്യൂഷൻ വരുമ്പോൾ തട്ടി രണ്ട് സൈഡിലേക്കും ഇടുക, എന്നിട്ട് കുറ്റപ്പെടുത്തലുകൾ നടത്തുക എന്ന് പറയുന്നത് ശരിയാണോ? സാധാരണ ഒരു KSRTC കൈകാര്യം ചെയ്യുന്ന ഒരു കണ്ടക്ടർക്കും ഡ്രൈവർക്കും KSRTCയുടെ സർവീസിനെ സംബന്ധിച്ച് അവർക്ക് എന്താ ചെയ്യാൻ സാധിക്കും? അല്ലല്ല, ഞാൻ അവരെ കുറിച്ചല്ല ചോദിച്ചത്. അവരുടെ പ്രശ്നത്തിന് വേണ്ടിയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത ഒരു നേതാവിനോടാണ് ഞാൻ ചോദിച്ചത്, ഡ്രൈവറോടും കണ്ടക്ടറോടുമല്ല. അവരുടെ പ്രശ്നത്തിന് വേണ്ടിയുള്ള ഒരു സമരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു നേതാവിന് അതിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അവർ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അപ്പുറത്ത് ചോദിക്കാം. പക്ഷേ എന്ത് ചെയ്യണം എന്നുള്ള നിലപാട് മുന്നോട്ട് വയ്ക്കാൻ കഴിയണ്ടേ? അല്ല, KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പണിയെടുക്കുന്ന കാര്യത്തിൽ, പണിയെടുപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ, അവർ പണിയെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി അവർ ചെയ്യുന്നു എന്നുള്ളത് നോക്കാനായിട്ട് മേൽത്തട്ടിൽ ഈ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പണിയെടുക്കുന്നുണ്ട് തന്നെയാണ് ശരി. അതായത് കണ്ടക്ടർമാരും ഡ്രൈവർമാർക്കും കൃത്യമായി പണിയെടുക്കുന്നുണ്ട്, എന്നാൽ അതിന് മുകളിലേക്ക് പോകുമ്പോൾ നടക്കുന്നില്ല, അതാണ്. അല്ല, അത് വേണ്ടത്ര രീതിയിൽ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ശരി. ശ്രീ രാജമാണിക്ക്, ഇതിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ ഡോക്ടർ ശ്രീദേവി കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചും അതിന്റെ ശാസ്ത്രീയതയെക്കുറിച്ചുമൊക്കെ ഡോക്ടർ സെൻകുമാർ പറയുകയുണ്ടായി. സുജിത്തിൻ്റെതായിട്ടുള്ള കുറച്ച് വാദങ്ങളും പറയുകയുണ്ടായി. എന്താണ് നമുക്ക് ഒരു വേ ഫോർവേഡ് എന്ന നിലയിൽ കൃത്യമായ രീതിയിൽ KSRTC അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? അതോ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ ഇങ്ങനെ തന്നെ കിടക്കും? ഇല്ല, ഉറപ്പായിട്ടും ഗവൺമെന്റ് അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ നമ്മൾ സുശീൽ കണ്ണയുടെ പഠനം നമ്മൾ തുടങ്ങിയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്, പറഞ്ഞത് ശരിയും തന്നെയാണ്. ഒരു മാന്ത്രിക വടിയല്ല പെട്ടെന്ന് കൊണ്ടുവന്ന് KSRTC ഞാൻ ഒരു ദിവസം കൊണ്ട് രക്ഷപ്പെടുത്താൻ പറഞ്ഞു. നമ്മുടെ സമയവും കുറവായതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തു ചോദിച്ചോട്ടെ സാർ. ഒന്ന് ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് ഡോക്ടർ സെൻകുമാർ പറഞ്ഞതുപോലെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ഇതിൽ കൂടണം, കൂടുതലായിട്ടുള്ള യാത്രക്കാർ ഇതിൽ യാത്ര ചെയ്യണം. അതിനെന്ത് നമുക്ക് ചെയ്യാം? അല്ല, അതാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതെ കൊണ്ടല്ല, അതുകൊണ്ട് KSRTCയിൽ എല്ലാം നല്ലതെന്ന് പറയത്തില്ല. പക്ഷെ അതേ സമയത്ത് KSRTCയിലെ അതുപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ജീവനക്കാരുണ്ട്. ഒരു ചെറിയ വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനമുള്ള ആൾക്കാരുടെ പ്രശ്നമാണ് വലുതായിട്ട് എല്ലാവരും എല്ലാവരും കാണിക്കുന്നത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ജീവനക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇപ്പോൾ പാസ്റ്റ് നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി വേ ഫോർവേഡ് ഞാൻ ചോദിച്ചത് അത് ആളുടെ എണ്ണം കൂടുതൽ ഇതിലേക്ക് വരാൻ എന്താണ് KSRTC ഉദ്ദേശിച്ചത്? ഇപ്പൊ നമ്മൾ സംസാരിച്ചതിന്റെ ഒരു ചുരുക്കം തന്നെയാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് നടത്തണം,
പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിലേക്ക് ബസ്സസ് എത്തിക്കണം. അതായത് ഇപ്പോൾ ഒരു പാസഞ്ചറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്തുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ സർവീസിന്റെ കുറവ് കാരണമായിരിക്കാം. അത് കുറവ് ഏതോ അത് നകർത്തണം, അത് നടത്താനുള്ള അല്ല കണ്ടെത്താനുള്ള ശ്രമത്തിലെയാണ്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, അതായത് വി ഹാവ് ഐഡന്റിഫൈഡ്, എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നുണ്ടല്ലോ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലെയാണ് ഗവൺമെന്റ് ഉള്ളത്. നമ്മളും അതിൽ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സാലറി പെൻഷൻ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കൂട്ടു ഉത്തരവാദിത്വമാണ്. അത് ഒരു ഡ്രൈവർ പേരിലെയോ കണ്ടക്ടർ പേരിലെയോ അല്ലെങ്കിൽ ഇത് MD തൊട്ട് താഴോട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു കൂട്ടു ഉത്തരവാദിത്വമാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് ആഗ്രഹമുണ്ട്, ചെയ്യുന്നുമുണ്ട്. സാർ, ഞാൻ ഒന്നുകൂടെ അവിടെ ചോദിക്കാൻ, അതായത് ഈ പറഞ്ഞതുപോലെ സ്കെഡ്യൂളിങ്ങിന്റെ കാര്യത്തിൽ, ട്രിപ്പ് കൃത്യമായി മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ, ഒപ്പം ആൾക്കാരോടുള്ള സർവീസിൽ ഒക്കെ കൂടുതൽ വരുത്തിയാൽ മാത്രമേ കൂടുതൽ ആൾക്കാർ ഇതിനകത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. അതിനു വേണ്ടിയിട്ട് എന്ത് സ്പെസിഫിക് നീക്കമാണ് KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? എന്ത് പ്രൊഫഷണലിസമാണ് അതിന്റെ അകത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഷെഡ്യൂളിൽ എന്ത് ട്രിപ്പ് ലെവൽ മാനേജ്മെന്റിലേക്ക് മാറാനായിട്ട് ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് പ്രോപ്പറായിട്ട് KSRTCയിൽ ഒരു പ്രോപ്പർ IT സിസ്റ്റം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു യാത്രക്കാരൻ നിൽക്കുമ്പോൾ അടുത്ത എത്ര മണിക്ക് ബസ് വരും ആർക്കും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ വി ആർ പ്ലാനിങ് ദാറ്റ്, ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പ് വഴിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ നിൽക്കുന്ന ഒരു യാത്രക്കാരൻ എവിടെ പോകുന്നുണ്ട്, അപ്പോൾ അടുത്ത എത്ര മണിക്ക് ബസ് വരും എന്നുള്ളത് സിമ്പിൾ സിസ്റ്റമാണ്. അപ്പോൾ പറഞ്ഞതുപോലെ റിസർവേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കുറേ നമ്മൾ സൂപ്പർ ക്ലാസ്സസിലേക്ക് റിസർവേഷൻ ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുണ്ട്. അതുപോലെ കൃത്യ സമയത്ത് ചിലപ്പോൾ ബസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ അതാണ് പറഞ്ഞത്, പാസഞ്ചറിന് സർവീസ് നല്ല സർവീസ് കിട്ടുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പാസഞ്ചേഴ്സ്. ഞാനിവിടെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ സാർ, ഈ ഒരുപക്ഷെ ഈ ട്രിപ്പ് മാനേജ്മെന്റ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആവശ്യമായിട്ടുള്ള, പഠനം ആവശ്യമായിട്ടുള്ള, അതിനെ ഒന്ന് നല്ല രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. അത് KSRTCക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്യുകയാണോ, അതോ അതിനകത്ത് ഒരു എക്സ്പെർട്ട് ഹെൽപ്പ് എടുക്കുവാണോ? എന്താണ് നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് വെക്കുന്ന നീക്കം? നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ആർ നോട്ട് എക്സ്പേർട്ട് ഓൺ ദിസ് ഫീൽഡ്. ഉറപ്പായിട്ടും നമുക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് എക്സ്പേർട്സ് അല്ല. എക്സ്റ്റേണൽ ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നുമുണ്ട്. ഇപ്പോൾ IT എക്സ്പേർട്സ് എന്ന് പറയുന്നത് നമ്മളല്ല. മേ ബി വി ക്യാൻ ഗോ ഫോർ എക്സ്പ്രഷൻ. അതൊന്നും ഇനി അടുത്ത് ഞാൻ വരാം സാർ. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ KSRTCയുടെ ഒരുപാട് കോംപ്ലക്സുകൾ, ഇപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്ത് തമ്പാനൂരുള്ള വലിയ കോംപ്ലക്സ് ഉൾപ്പെടെ നിരവധി കോംപ്ലക്സുകൾ പലയിടത്തും കെട്ടുകയുണ്ടായി. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൈവറ്റായി കെട്ടുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെല്ലാം തുടങ്ങി അത് ഉദ്ഘാടനം തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ അത് ഒക്കുപ്പൈ ചെയ്യപ്പെടും. ഞാൻ സാറിലേക്ക് വരാം. ഓക്കെ, ഇത് ഒക്കുപ്പൈ ചെയ്യപ്പെടുന്നു. എന്നാൽ പലപ്പോഴും മറ്റ് കോംപ്ലക്സുകളിലേക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല KSRTCയുടെ രീതിയിലുള്ള. എന്താണ് അതിന്റെ ഒരു കാരണം? സെൻകുമാർ സാറിലേക്ക് സാറാണ് പറയേണ്ടത്. ശരി, സാറിലേക്ക് വരുന്നു. ശരി, ഞാൻ പറയും, ഇതെല്ലാം കുറേയധികം തെറ്റിദ്ധാരണയുടെ ഫലമാണ്. എന്താണ് പ്രൈവറ്റ് സെക്ടറിൽ പെട്ടെന്ന് ആൾ കയറുന്നത്? അവിടെ പകുതി കൊടുത്ത ആൾക്ക് കയറാം. ഈ നമ്മളൊരു പബ്ലിക് സെക്ടറിൽ ഒരു സ്ഥലം റെന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ഹാവ് സോ മെനി പ്രൊസീജിയേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് ടെൻഡർ ചെയ്ത് അങ്ങനെ വരുന്നത് ആർക്കും അപ്പൊ പകുതിയൊന്നും കിട്ടില്ല. അപ്പൊ പ്രൈവറ്റുകാരൻ ഒരു 10 ലക്ഷം രൂപ റൂമിന് പകുതി വാങ്ങിച്ച് അതിനെ കുറച്ച് കൊടുത്ത് നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ കാര്യം വിട്ടുപോകുന്നതിന് മുമ്പ് സാർ, അപ്പോ അങ്ങനെ നമുക്ക് കഴിയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അതായത് ഈ പ്രൊസീജിയർ പച്ചുകൊണ്ട് കൃത്യസമയത്ത് നമുക്ക് ഒക്കുപ്പൈ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്? അത് നടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാണ്, നമുക്ക് നോൺ ടിക്കറ്റ് റവന്യൂ വർദ്ധിപ്പിക്കാനാണ് ഇത്തരം കോംപ്ലക്സുകൾ തുടങ്ങിയത്. ഇത് വളരെയധികം തുടങ്ങിയത് ഞാൻ തന്നെയാണ് അതിന്റെ മിക്കവാറും തുടക്കമിട്ട ആൾക്കാർ മിക്കവാറും പണി കഴിച്ചത്. എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? ഇപ്പൊ KTDVCയുടെ ബിൽഡിംഗ് തന്നെ എടുക്കുക. ഞാൻ അതിന്റെ MD ആയിരുന്നു 2 വർഷത്തിലധികം. അവിടെ എല്ലാ റൂംസും ഓക്യുപ്പൈ ചെയ്തതിന് 8 വർഷം എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ബിൽഡിങ്സ് ഓക്യുപ്പൈ ചെയ്യുന്നതിന് അല്പസമയം എടുക്കും. അതിനോട് KSRTCക്ക് യാതൊരു നഷ്ടമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. KSRTCയുടെ ഈ സ്ഥലങ്ങള്, ഇപ്പൊ ഞാൻ KSRTC MD ആയിട്ട് വരുമ്പോൾ 7 ഏക്കർ താഴെയാണ് KSRTCക്ക് ഉണ്ടായിരുന്നില്ല. നേരത്തെ ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ട് KSRTCക്ക് എന്തെങ്കിലും ലാഭമാണ്? അല്ല, നേരത്തെ ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ നിയമം അനുസരിച്ച് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അല്ല സാർ, എന്റെ ചോദ്യം, സംശയം, KSRTC ഇത് നേരത്തെ ഒക്കുപ്പൈ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നഷ്ടമില്ല, പക്ഷെ ഒക്കുപ്പൈ ചെയ്യുന്നതുകൊണ്ട് ലാഭമുണ്ട്. ലാഭം ഉണ്ടാവണമെങ്കിൽ അതില് നോക്കൂ, KTDVCയും KSRTCയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അവിടെ കിട്ടുന്ന നെറ്റ് റവന്യൂവിന്റെ നെറ്റ് ഇൻകത്തിന്റെ 50% വിൽ ബി ഗിവൺ ടു KSRTC. അതാണ് ടിൽ ദേ കംപ്ലീറ്റ് ദേ. ഇപ്പൊ കോഴിക്കോട് ഒരു സിറ്റുവേഷൻ ഞാൻ പറയും. കോഴിക്കോട് ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി, അതിന് എനിക്ക് തോന്നുന്നു 64 lakh crore rupees ആയിരിക്കും ചെലവ് വരിക്കുന്നത്. അവിടെ ഒരാൾ അതിന് 50 crore rupees അഡ്വാൻസും 6 crore rupees പെർ ഇയർ റെന്റും കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല.
അപ്പൊ അതേപോലെയുള്ള ടോട്ടൽ പ്രോജക്ട്സ് ഒരുമിച്ച് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ഇറ്റ് ഈസ് ഹ്യൂജ് തിങ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊക്കെ KSRTCയിൽ സഞ്ചരിക്കുന്ന സമയത്ത് തമ്പാനൂരൊക്കെ വന്നാൽ ഒന്ന് യൂറിനിൽ പോകണമെങ്കിൽ ഒരിക്കലും പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പൊ അവിടെ ചെന്നിട്ട് നോക്കണം എങ്ങനെയാണ് അവിടുത്തെ ഇപ്പൊ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഫെസിലിറ്റി യാത്രക്കാർക്ക് കൊടുക്കുന്നു. രണ്ടാമത് അവിടെയുള്ള ജീവനക്കാർക്ക് അവർ ഹാൻഡ് ഓവർ ചെയ്തൊന്നും എനിക്കറിയില്ല. ഹാൻഡ് ഓവർ ചെയ്ത സ്ഥലങ്ങളുണ്ട്, അങ്കമാലി പോയി നോക്കിക്കോളൂ. ഇതുപോലെ മറ്റ് പല സ്ഥലങ്ങളുണ്ട്. ഇതിലൊന്നും അപ്പൊ ഉണ്ടാകുന്ന സൗകര്യങ്ങളുടെ വർധന, പിന്നെ അതിൽ വന്ന ഡിലേ, അതൊക്കെ ആ സമയത്ത് പിന്നീട് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. പക്ഷെ എന്താണ് KSRTCയുടെ ബിൽഡിംഗ് കൊണ്ട് വന്നത്? KSRTC ഇപ്പൊ തമ്പാനൂർ ആ പഴയ KSRTC ബിൽഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ മാറിയത് ആ KSRTC ബിൽഡിംഗ് വന്നത്. അത് റെന്റിന് പോകണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിലുള്ള റൂൾസ് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പൊ ഇത്തരത്തില് ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റെന്റിന് പോകാൻ എടുക്കാൻ ആളുണ്ടായിരിക്കും. അത് പോകുന്നതിന് ഈ പറയുന്ന നിയമപ്രശ്നങ്ങൾ അതിനകത്ത് ഒരുപാട് ഉണ്ടായിരിക്കാം. ഈ നിയമപ്രശ്നങ്ങളിൽ നമുക്കൊരു ഇടപെടൽ നടത്തുക സാധ്യമാണോ? അത് മാറ്റണമെങ്കിൽ പബ്ലിക് സെക്ടർ അത് അങ്ങനെ ആ ഒരു പ്രൈവറ്റ് സെക്ടർ പോലെ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു പക്ഷേ ഈ ഡിമോണിറ്റൈസേഷന് ശേഷം ഇനി പക്ഷേ പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ ചെയ്ത് എടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു 10 സെന്റ് സ്ഥലം കൊടുത്തിരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്തിരുന്നത്? 10 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലത്തിന് എത്രയാണ് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നത്? ആ രീതി തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ നടന്നിരുന്നത്. അത് ഒരു പബ്ലിക് സെക്ടറിൽ നടക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ റെന്റിന് കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നത്. അല്ല, ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഡോക്ടർ ശ്രീദേവി പറഞ്ഞല്ലേ, ഒറ്റ ഞാൻ പറയാം. ഇതിൽ പലരും ഞാൻ പറഞ്ഞു ആനയെ കണ്ട പോലെ പറയുന്ന പോലെ ഈ സ്റ്റഡിയുടെ ഇല്ല. ഇപ്പൊ അവിടെ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം. പെർ ബസ് ഇപ്പൊ ഏകദേശം 7 ആളോ അല്ലെങ്കിൽ 8 ആളോ ഉണ്ടെന്ന് വെച്ചോളൂ. അത് 5 ആക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പറ്റില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് KSRTC വർക്ക് ചെയ്യുന്നത് കുറേയധികം നിയമങ്ങളുടെ ഉള്ളിലാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് റൂൾസ്, അതുപോലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് 1961 എന്ന് പറയുന്ന സാധനമുണ്ട്. അതിലെ നിയമം അനുസരിച്ച് ഒരു മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളിക്ക് 6.5 മണിക്കൂർ ഒരു ദിവസത്തെ ഡ്യൂട്ടി പറ്റുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് 14-15 മണിക്കൂർ ഓടുന്ന ബസ്സുകൾ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തമിഴ്നാട് ഓടിക്കുന്നുണ്ട്, കർണാടക ഓടിക്കുന്നുണ്ട്. അവരിതെല്ലാം വയലേറ്റ് ചെയ്ത് ഓടിക്കുന്നത്. അവിടെ ഇതിന് ഞാൻ ഇരുന്ന സമയത്ത് 6 ആക്കി കൊണ്ടുവന്നപ്പോ എനിക്കെതിരെ കേസ് പോയതാണ് ഹൈക്കോടതിയിൽ. ശരി, ഞാൻ മനസ്സിലായോ? ഡോക്ടർ ശ്രീദേവി, ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോ ഈ ബിൽഡിങ്ങുകളുടെ അടുത്ത് പറയുകയുണ്ടായി, ടിക്കറ്റിലൂടെ അല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള KSRTCയുടെ മറ്റു നീക്കങ്ങളെ എങ്ങനെ കാണുന്നു? കൂടുതലായി എന്താണ് ചെയ്യാൻ കഴിയുക? പാർസൽ സർവീസ് ഉൾപ്പെടെ. അതെ, പാർസൽ സർവീസ് ഉൾപ്പെടെ KSRTCയുടെ വരുമാനം കൂടാൻ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ അഡ്വർടൈസ്മെന്റ്സിൽ കൂടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ ബിൽഡിങ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്ന് അസറ്റ് മാനേജ്മെന്റ്, നമ്മൾ ട്രിപ്പ് മാനേജ്മെന്റ് പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജ്മെന്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ഏതെങ്കിലും എക്സ്പെർട്ട് ഏജൻസിയെ ഏൽപ്പിച്ച് അസറ്റ് മാനേജ്മെന്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് KSRTC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പിന്നെ എന്തുകൊണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല? ഇപ്പോഴത്തെ MD പറഞ്ഞതുപോലെ KSRTCയിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട്. എനിക്കറിയാം, വളരെ വ്യക്തമായിട്ടറിയാം. അവർക്ക് അതിനകത്തുള്ള പ്രശ്നങ്ങളും അറിയാം, പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസും അറിയാം. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ആവശ്യമുള്ളിടത്ത് എക്സ്പെർട്ട് ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ ഈ പെൻഷന്റെ കാര്യം എപ്പോഴും നമ്മളൊക്കെ പറയുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റും പെൻഷൻ വേറൊരു പെൻഷൻ സ്കീമിലേക്ക് മാറി. കോൺട്രിബ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഉള്ളവർക്ക് വേറൊരു പെൻഷൻ സ്കീമുണ്ട്. അപ്പോൾ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും പെൻഷൻ സ്കീം മാറിയിരിക്കുകയാണ്, ആ സ്കീമിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഗവൺമെന്റ് പെൻഷനിലേക്ക് ഇനി ഇതിനെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം 2013 തൊട്ട് പെൻഷൻ സ്കീം ടോട്ടലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം LICയുമായിട്ട് ലിങ്ക് ചെയ്യാനും SBI ആയിട്ട് ലിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടന്നു. പക്ഷെ അത് ഏതോ ഒരു അവസാന നിമിഷം വരെ പോയെങ്കിൽ ഏതോ ഒരു സമയത്ത് അത് പാളിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ എല്ലാവർക്കും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഓരോ റൂട്ടിനും ഓരോ ട്രിപ്പിനും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അച്ചീവ് ചെയ്യുന്നില്ല? ട്രിപ്പിന്റെ കുഴപ്പമാണോ? ചെയ്യുക. സുജിത് മാഡം പറഞ്ഞ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ പറയാം. KSRTCയിൽ ഒത്തിരി കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം നീണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രശ്നം, ചോദിക്കേണ്ട കാര്യം. GPRS ടിക്കറ്റ് മെഷീൻ എന്നും പറഞ്ഞിട്ട് കുറച്ചാൾ മുന്നേ കൊണ്ടുവന്നു. ഈ ഇടയ്ക്ക് GPS
പൊസിഷനിങ് സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എല്ലാ ബസ്സുകളിലും GPS എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, ഓരോ എക്യുപ്മെന്റ്സിന് ഇത്ര രൂപ മുടക്കി GPS മെഷീൻസ് സ്ഥാപിച്ചു. നമുക്ക് KSRTC ബസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അതുവഴി KSRTC ബസ്സുകൾ ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചു നാൾ മുന്നേ ഒരു നേരത്തെ ഉണ്ടായിരുന്ന MD ഉണ്ടായിരുന്ന സമയത്താണ് വന്നു. ഇപ്പം ഒരൊറ്റ ബസ്സിലും ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. ഇത്രയും പൈസ കോടികൾ ഉണ്ടായിട്ടുണ്ടാവും, കാരണം ഇത്രയും 10,000 ബസ്സുകൾക്ക്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ KSRTCയിൽ സംഭവിക്കുന്നുണ്ട്, അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും കണ്ടിന്യൂ ചെയ്തു പോകുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ KSRTCയിൽ വരുന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ആയി പോകുന്നില്ല. അതിനകത്തൊരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഈ കണ്ടിന്യൂ ചെയ്തു പോകുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നമാണ് KSRTCയിലെ കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, മിസ്മാനേജ്മെന്റ്. ഈ പറഞ്ഞ പോലെ താഴെത്തട്ടിൽ അത് നമ്മൾ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് മിസ്മാനേജ്മെന്റ് എന്നുള്ള വാക്ക് അതിനകത്ത് വന്നില്ലായിരിക്കാം, പക്ഷേ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. ശ്രീ ശിവരാജ്, അവസാനമായിട്ടുള്ള ഈ സാമോപദേശം കൊണ്ടൊന്നും ഇത് ഒന്നും നടക്കില്ല. ഇവിടെ ഈ എങ്ങനെ നഷ്ടം ഉണ്ടായി എന്നുള്ള നമ്മളിൽ പരിഹരിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ ഇതിനെ കരകയറ്റാം, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇതിന് 10 പൈസ വേണമെങ്കിൽ ആദ്യമായിട്ട് ഈ താറുമാറായിട്ടുള്ള സബ് ഡിപ്പോൾ ആകുന്നിടത്തോളം അത് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം ഇപ്പോഴും. പിന്നെ നാഷണലൈസേഷൻ, ഇന്ന് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ഈ പോയിന്റുകൾ തന്നെയാണ് ആ പോയിന്റ്, എന്റെ പോയിന്റ് തന്നെയാണ് അവർ എഡിറ്റോറിയൽ എഴുതിക്കുന്നത്. ഇന്റർസ്റ്റേറ്റ് അത് വരെ നാഷണലൈസ് ചെയ്യണം. അല്ലാതെ ഇനിയിപ്പോ വേറെ ഈ കെട്ടിടങ്ങൾ കെട്ടിയ സാൻകുമാർ സാർ പറഞ്ഞു, എന്തിന് അങ്ങനെ നമുക്ക് ഈ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ആളെ കിട്ടി എന്തിന് കെട്ടിടം കെട്ടാൻ പോയി. ശരി, ആയിക്കോട്ടെ, അതാണ് അഭിപ്രായം. ശ്രീ ജയകുമാർ, KSRTCയുടെ പ്രതിസന്ധി തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് ഇവിടെ പലപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രശ്നം പരിഹരിക്കില്ല. ഇപ്പോ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാര് ഒരു വഴിയാധാരമായ ഘട്ടത്തിലാണ്, യാത്രക്കാര് വലിയ ആശങ്കയിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സെൻകുമാർ സാർ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞു കെട്ടിടങ്ങൾ കെട്ടിടം കെട്ടിയതുകൊണ്ട് ഇപ്പോ തമ്പാനൂർ തിരുവനന്തപുരത്തിന് കെട്ടിടം കെട്ടുന്ന സമയത്ത് ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ അവിടെ പോകുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് യാത്രക്കാർക്ക് കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. എല്ലാം റോഡിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. അതൊക്കെ മാറിയില്ലേ? ശ്രീ രാജമാണിക്ക്, താങ്കളിലേക്ക് അവസാനമായി എത്തുന്നു. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കപ്പെടുമോ എന്നു മുതൽ കൃത്യമായി നമുക്ക് അതുകൊണ്ട് എന്ത് ഗുണമായിരിക്കും കിട്ടുക? ചുരുക്കി പറഞ്ഞു. ഗവൺമെന്റോടെ ഒറ്റ ആഗ്രഹമാണ് KSRTC. ഞാൻ മോശമെന്ന് പറയുന്നില്ല, പറയത്തുമില്ല. KSRTC അറ്റ്ലീസ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് എത്തിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റിലാണ് ഇപ്പോഴും നിൽക്കുകയാണ്. വി ഡോണ്ട് വാണ്ട് എനി പ്രോഫിറ്റ് ബിക്കോസ് ഇറ്റ്സ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. പക്ഷേ നമുക്ക് നടത്തിപ്പിനെങ്കിലും ബ്രേക്ക് ഈവൻ പോയിന്റെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് സുശീൽ ഖന്ന കമ്മിറ്റി. പിന്നെ അത് അപ്പോയിന്റ് ചെയ്താൽ പിന്നെ വരുന്ന കാര്യങ്ങൾ പിന്നെ വരുമ്പോൾ അത് പഠിച്ചാലേ നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ ഉറപ്പായിട്ട് അത് നടപ്പിലാക്കും. ഒറ്റ ഇത് പറയാം, വെദർ ഇറ്റ്സ് എ ഗവൺമെന്റ് ആർ മാനേജ്മെന്റ് ആർ തൊഴിലാളികൾ എല്ലാവർക്കും KSRTC നന്നാക്കണമെന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് എല്ലാവർക്കും ശമ്പളം കിട്ടുന്നത്, അവിടെ നിന്നാണ് എല്ലാവർക്കും സേവനം കിട്ടുന്നത്. അപ്പോൾ ഒറ്റക്കെട്ടായിട്ട് ഫ്രം ഗവൺമെന്റ് ടുവേർഡ്സ് ദ മാനേജ്മെന്റ് ടുവേർഡ്സ് ദ ലേബർ തൊഴിലാളികൾ എല്ലാവർക്കും ഇത് നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്. വ്യക്തമാണ്. സെൻകുമാർ സാർ, ഒരു 20 seconds ഒരു ലാസ്റ്റ് നോട്ട് പറഞ്ഞു. ഇതില് ഇപ്പൊ തൊഴിലാളികൾ അവിടെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, അത് സമ്മതിക്കാം. പക്ഷെ പലപ്പോഴും ഹാർഡ് വർക്ക് വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇതിലൊക്കെ കുറേ വ്യത്യാസങ്ങൾ അവരും വരുത്താനുണ്ട്. ഇനി മാറ്റം വരണമെങ്കിൽ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഒന്ന് ഡ്യൂട്ടി സിസ്റ്റം, ഈ ഡബിൾ ഡ്യൂട്ടി സിസ്റ്റം ഒക്കെ മാറ്റിക്കളയേണ്ട. ഞാൻ ഒരു കാര്യം പറയാം, തൊഴിലാളികളുടെ ഭാഗത്ത് ഈ ഡബിൾ ഡ്യൂട്ടി സിസ്റ്റം മാറ്റി സിംഗിൾ ഡ്യൂട്ടി പോലും ബ്രേക്ക് ഡ്യൂട്ടി ആക്കിയില്ലെങ്കിൽ ഇനി KSRTC പിടിച്ചേക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് പീക്ക് ടൈമിൽ കൂടുതൽ വണ്ടികൾ ഓടേണ്ടി വരും കാലത്ത്. അതുപോലെ ഇപ്പൊ ബിൽഡിംഗ് കെട്ടി ഇപ്പൊ കോഴിക്കോട് 100 ബസ് പാർക്ക് ചെയ്യാമെന്ന് 40 ഉള്ളൂ. വളരെ പർപ്പസ്ഫുൾ ആയിട്ട്. അപ്പൊ തമ്പാനൂർ എന്തുകൊണ്ട് ബസ് ഇടാൻ സ്ഥലമില്ലാതെ കൊടുത്തത് എന്താണ്? തമ്പാനൂർ ഇഞ്ചക്കില് സ്ഥലം എടുത്തത് അവിടെ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ ഉണ്ടാക്കാനാണ്. അതുകൊണ്ടാണ് അതായത് സ്റ്റേ സർവീസസ് കൂട്ടണം. എല്ലാവരും കാലത്ത് സെൻട്രൽ ഡിപ്പോ എന്ന് വണ്ടി എടുത്തിട്ട് കാലിയായിട്ട് ഒരാളും ഇല്ലാതെ പോവുകയാണ് റൂറൽ ഏരിയക്ക്. എന്നിട്ട് വൈകിട്ട് റൂറൽ ഏരിയ നിന്ന് ഒരാളും ഇല്ലാതെ ഇങ്ങോട്ട് വരുന്നു. ആ ഫുൾ ട്രിപ്പ് കട്ടയിൽ ചെയ്യണം. ഒന്ന്, ലാഭം ഉണ്ടാക്കണമെങ്കിൽ പണി. 2, ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റം നടപ്പാക്കണം. ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ബസ്സിൽ 10 ലക്ഷം രൂപയാണ് ഒരു വർഷം അതിലുണ്ടാകുക. അപ്പൊ അതുപോലെ ഡബിൾ ഡ്യൂട്ടി സിസ്റ്റം കംപ്ലീറ്റ് നിർത്തലാക്കണം. ഒരു 3-4 വർഷത്തേക്കെങ്കിലും ഈ കാര്യങ്ങളിൽ തൊഴിലാളികൾ കുറെ സഫർ ചെയ്യണം. ഇപ്പൊ തന്നെ അവർ സഫർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ഒരു പ്യൂണ് അല്ലെങ്കിൽ ഒരു ഡ്രൈവറിനെ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കിട്ടുന്നതിന്റെ വളരെ നിസ്സാര ജോലി ചെയ്തിട്ട് കിട്ടുന്നതിന്റെ പകുതി ശമ്പളം പോലും ഒരു ഡ്രൈവർക്ക് KSRTC കിട്ടുന്നില്ല. ഇത്രയും റിസ്ക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്തിട്ട്. ആ കാര്യം കൂടി സൊസൈറ്റി മനസ്സിലാക്കണം. ശരിക്കും അവരുടെ മാത്രം കുറ്റമല്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് KSRTC നന്നാണെങ്കിൽ ആദ്യം വേണ്ടത് ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും
ആ സ്വാതന്ത്ര്യത്തിന് ആവശ്യമായിട്ടുള്ള നല്ല മാനേജ്മെന്റ് സിസ്റ്റം കൊടുക്കുകയും നല്ല മാനേജ്മെന്റ് APSRTCയിൽ 38 നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉള്ളപ്പോൾ ഇവിടെ ഒരാൾ പോലും കിട്ടില്ല. ഞാൻ ഫൈറ്റ് ചെയ്ത് ഒരാളുടെ പോസ്റ്റാണ് സാങ്ഷൻ ചെയ്തത്, ഞാൻ ഇരിക്കുമ്പോൾ കിട്ടിയില്ല. അപ്പൊ നോക്കുക, അപ്പൊ ഇതാണ് അവിടുത്തെ സ്ഥിതി, ടെക്നിക്കലും എല്ലാം. അപ്പൊ ഇതെല്ലാം ഞാൻ ഇഷ്ടം പോലെ ഇത് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നന്നാകണമെങ്കിൽ ഗവൺമെന്റ് സൈഡിൽ ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ മാനേജ്മെന്റ്, ട്രേഡ് യൂണിയൻസ്, അതുപോലെ മറ്റു ജീവനക്കാർ, ഇവർക്കെല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി കൊടുത്തിരുന്നു. പലപ്പോഴും KSRTCയെ കയ്യടി നേടാനുള്ള ഒരു ഉപകരണമായിട്ട് പലരും ഉപയോഗിച്ചു. അതിനുണ്ടാകുന്ന നഷ്ടം മുഴുവൻ KSRTC ജീവനക്കാരാണ് മിക്കവാറും സഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. വ്യക്തമാണ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് KSRTCയെ കുറിച്ചാണ്, അതിന്റെ പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചുമാണ്. KSRTC സർക്കാരും അതിലെ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സമ്പ്രദായമാണ്. പല മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു സമ്പ്രദായമാണ്. ഇവിടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഇടപെടലിലൂടെ മാത്രമേ നമുക്കൊരു പരിഹാരത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. അതിൽ ഏറ്റവും ആദ്യത്തെ ഇടപെടൽ ഉണ്ടാകേണ്ടത് സർക്കാരിൽ നിന്നും രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും തങ്ങളുടെ പെർഫോമൻസ് കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്ന സമയത്തും ജനങ്ങൾക്കിടയിലേക്ക് സ്വാധീനം കൂടുതൽ വേണമെന്ന് തോന്നുന്ന സമയത്തും ഒരു പഠനത്തിന്റെയും ബലത്തിലല്ലാതെ ഒരു അവധാനതയുമില്ലാതെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സൗജന്യ യാത്രയുടെ വിഷയത്തിലായാലും റൂട്ടുകൾ അനുവദിക്കുന്നതിലായാലും ബസ്സുകൾ അനുവദിക്കുന്നതിലായാലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിലായാലും രാഷ്ട്രീയ നേതൃത്വം തീരുമാനമെടുക്കുമ്പോൾ ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിൽ കാണേണ്ടിയിരിക്കുന്നു. ആ ചുമരിനെയാണ് നമ്മൾ ഇല്ലാതാക്കി മാറ്റുന്നത്. അത്തരത്തിൽ ശരിയായ രീതിയിലുള്ള തീരുമാനം തിരിച്ചറിവുകളിലൂടെ രാഷ്ട്രീയ നേതൃത്വത്തിന് എടുക്കാൻ കഴിയട്ടെ, സർക്കാരിന് എടുക്കാൻ കഴിയട്ടെ. ആ സർക്കാർ കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രൊഫഷണലായ ഒരു മാനേജ്മെന്റ് KSRTCയിൽ ഉണ്ടാവുകയാണെങ്കിൽ തികഞ്ഞ മാറ്റങ്ങൾ തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ മാനേജ്മെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കുവാൻ ജനങ്ങളും അവിടുത്തെ തൊഴിലാളികളും തയ്യാറായിരിക്കണം. KSRTC എന്നുള്ള ഒരു സമ്പ്രദായം കേരളത്തിന് ആവശ്യമാണ്. ഒരു പൊതുമേഖലാ ഗതാഗതം ആവശ്യമാണ്. അതിന് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ പതിറ്റാണ്ടിനപ്പുറവും ഇതേ ചർച്ച ഇതേ വേദിയിൽ നമുക്ക് ആവർത്തിക്കാം. അങ്ങനെ ആവർത്തിക്കാൻ കഴിയാതിരിക്കട്ടെ. കൃത്യമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. KSRTCയെ കുറിച്ച് നല്ലതു മാത്രം പറയുന്ന ചർച്ചകൾ നടത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും പ്രേക്ഷകർക്കും നന്ദി. You are watching DD Malayalam.